നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു ആക്ഷൻ സിനിമയാണ്. ആക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ആക്ഷൻ മാത്രമല്ല, നല്ലൊരു കഥ കൂടി ഈ സിനിമ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തിയപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സ് ആണ് ഈ സിനിമ എനിക്ക് സമ്മാനിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സിനിമ നല്ല ഇഷ്ടമായി. എന്തായാലും ഞാൻ ഒരു ഉറപ്പ് തരാം, ഈ സിനിമ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും. അതുപോലൊരു കഥയാണ് ഈ സിനിമയിൽ പറയുന്നത്. നിങ്ങൾ കാശ് കിട്ടിയാൽ ആരെ വേണമെങ്കിലും കൊല്ലുന്ന ഒരു കൊലയാളിയാണെന്ന് വിചാരിക്കുക. അങ്ങനെ അല്ലാന്ന് എനിക്കറിയാം, എന്തായാലും അങ്ങനെയൊന്ന് വിചാരിക്കുക. എന്നാൽ അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് കുറ്റബോധം ഉണ്ടാകുന്ന ഒരു കാര്യം നിങ്ങൾ അറിയാതെ ചെയ്തു പോവാണ്. അതിന്റെ പേരിൽ നിങ്ങൾ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് അങ്ങനെ പോവുക, വിഷാദ രോഗത്തിലേക്ക്. പിന്നെ തിരിച്ചു വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് പറ്റുന്നില്ല. അതുപോലൊരവസ്ഥയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സിനിമയിലെ നായകന് സംഭവിക്കുന്നത്. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെയും തിരിച്ചു വരാനാണ് ഹീറോ ശ്രമിക്കുന്നത്. അതിലങ്ങേർക്ക് വിജയിക്കാനായി പറ്റിയോ പറ്റിയില്ല എന്നെല്ലാം നമുക്ക് ഈ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കാം. എന്നാൽ പിന്നെ നമുക്ക് 2014 റിലീസ് ചെയ്ത നോട്ട് ടീയേഴ്സ് ഫോർ ദ ഡെഡ് എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ അമേരിക്കയിലെ ഒരു ക്ലബ്ബാണ് കാണിക്കുന്നത്. അവിടെ പാട്ടൊക്കെ പാടുന്നുണ്ട്, ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആകെ ഒരു ആഘോഷ മൂഡിലാണ് ആ ബാർ അങ്ങനെ പോകുന്നത്. അതിന്റെ ഇടയിൽ തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഒരു ചെറിയ കുട്ടിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ കാണാം. അങ്ങേരാണ് നമ്മുടെ ഹീറോ. ആളുടെ പേര് ഗോൺ. ഈ പേര് കേട്ട് കൺഫ്യൂഷൻ ആവണ്ട, ഗോൺ എന്ന് തന്നെയാണ് പേര്. ഓക്കെ. ജപ്പാനിലെ സഡാക്കോ സസാക്കി എന്ന് പറയുന്ന ഒരു കിളിയുടെ ക്രാഫ്റ്റ് ഇല്ലേ, അതെല്ലാം ആ കുഞ്ഞിനുണ്ടാക്കി കാണിച്ചു കൊടുത്തോണ്ട് അങ്ങനെ അവളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അപ്പോഴാണ് ബാറിലേക്ക് കുറച്ച് ആളുകൾ കയറി വരുന്നത്. അവരുടെ ഒരുത്തന്റെ ഫോട്ടോയാണെങ്കിൽ ഹീറോയുടെ കയ്യിലുണ്ട്. ഹീറോ ഇപ്പൊ എന്തിനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇന്നിവിടെ റഷ്യക്കാരും ഏതോ ഒരു കൊറിയക്കാരനും തമ്മിൽ ഒരു ഡീല് നടക്കാനായി പോവുക. ആ കൊറിയക്കാരന്റെ കയ്യിൽ, കൊറിയക്കാരൻ ഒരു ചാരനാണെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം, ഉറപ്പിക്കാം. കാരണം കൊറിയയിലെ വലിയൊരു കമ്പനിയുടെ വലിയ വലിയ ഡാറ്റകളെല്ലാം കട്ട് കൊണ്ടുവന്ന് ഈ റഷ്യക്കാർക്ക് മറിച്ച് വിൽക്കാനാണ് അവൻ പോകുന്നത്. എന്നാൽ ഹീറോക്ക് കിട്ടിയിരിക്കുന്ന പണി എന്താന്ന് വെച്ചാൽ, ആ റഷ്യക്കാരുടെ കയ്യിൽ ആ ഡാറ്റ എത്തുന്നതിന് മുന്നേ ആ കൊറിയൻ ചാരനെയും റഷ്യക്കാരെയും എല്ലാവരെയും കൊന്ന് ആ ഡാറ്റ എടുത്ത് ആ വലിയ കമ്പനിക്ക് തിരിച്ചേൽപ്പിക്കുക. അതാണ് കിട്ടിയിരിക്കുന്ന ജോലി. എന്തായാലും ഹീറോ അവരുടെ തൊട്ടു പിന്നാലെ ചെന്ന് ആ ഡീൽ നടക്കുന്ന റൂമിലേക്ക് കയറി എല്ലാത്തിനെയും ഷൂട്ട് ചെയ്ത് കൊല്ലാനായി തുടങ്ങുകയാണ്. അങ്ങനെ എല്ലാത്തിനെയും കൊന്നു. അവസാനമാണ് ആ കൊറിയൻ ചാരനെയും കൊന്നു കളയുന്നത്. എന്നാൽ അപ്പോഴാണ് മനസ്സിലാവുന്നത്, ആ കൊറിയൻ ചാരന്റെ കയ്യിൽ ആ ഡാറ്റകളൊന്നുമില്ല. അതൊന്നും അവിടെ കാണുന്നില്ല. റഷ്യക്കാരുടെ കയ്യിലുമില്ല, കൊറിയൻ ചാരന്റെ കയ്യിലുമില്ല. പിന്നെ അത് എവിടെ പോയി? കൺഫ്യൂഷനായി നിൽക്കുമ്പോഴാണ് വാതിലിനടുത്തേക്ക് ആരോ വരുന്നത്. ഹീറോ പെട്ടെന്ന് തന്നെ ഗണ്ണെടുത്ത് അങ്ങോട്ട് പടപടപടാന്ന് ഷൂട്ട് ചെയ്യും. എന്നാൽ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. മെല്ലെ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോഴാണ് കാണുക, നേരത്തെ ഹീറോ സഡാക്കോ സസാക്കിയുടെ പക്ഷിയൊക്കെ ഉണ്ടായി കാണിച്ചു കൊടുത്തിരുന്ന ഒരു പെൺകുട്ടി ഇല്ലായിരുന്നോ, അവൾക്കാണ് ഒരു ഷോട്ട് കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ ആകെ പകച്ചിരിക്കുക. ഇത് കണ്ട ഹീറോയുടെ കാര്യവും പിന്നെ പറയേണ്ട ആവശ്യമില്ല. അങ്ങേരും ആകെ പകച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. അവളാണെങ്കിൽ ചോര വാർന്ന് വാർന്ന് പെട്ടെന്നാണ് താഴെ വീണ് മരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ ദിവസങ്ങൾ കഴിഞ്ഞു. ഹീറോയെക്കുറിച്ച് യാതൊരു വിവരമില്ല. അതുകൊണ്ട് തന്നെ ആളുടെ കൂടെ ജോലി ചെയ്യുന്ന 3 പേരുണ്ട്. അതായത് ഇതുപോലെ പൈസ കിട്ടിയാൽ വെട്ട് കുത്ത് കൊലയൊക്കെ ചെയ്യുന്ന 3 പേര്. അവർ ഹീറോയെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഹീറോയെ തെരഞ്ഞ് താമസിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ അവർക്കറിയാം, റൂമിലേക്ക് കയറുന്ന സ്ഥലത്ത് തന്നെ ഹീറോ എന്തെങ്കിലും ട്രാപ്പൊക്കെ വെക്കുമെന്ന്. അതുകൊണ്ട് അതെല്ലാം കട്ട് ചെയ്താണ് അകത്തേക്ക് കയറി ചെല്ലുക. അങ്ങനെ അവർ കാണുന്നത് ബെഡിൽ തളർന്ന അവശനായി ഛർദ്ദിച്ച് കിടക്കുന്ന ഗോണിനെയാണ്. അങ്ങനെ അവരെടുത്ത് കുളിപ്പിച്ച് 2 അടിയൊക്കെ കൊടുത്ത് നേരെ ആശാന്റെ മുമ്പിലേക്ക് എത്തിക്കും. അതായത് അവരുടെ എല്ലാവരുടെയും ആശാനുണ്ട്, അങ്ങരുടെ മുന്നിലേക്ക് എത്തിക്കും. ഹീറോ പറയും, ഞാൻ നിങ്ങൾക്ക് അവസാനമായി ചെയ്ത ജോലിയാണിത്, ഇതിൽ കൂടുതലൊന്നും എനിക്ക് ചെയ്യാനായി പറ്റില്ല. എന്നാൽ ആശാൻ പറയും, പക്ഷേ ഈ ജോലി തന്നെ നീ പൂർത്തിയാക്കില്ലല്ലോ, ആ ഫയൽ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. പിന്നെ നീ ആ കുഞ്ഞിനെ കൊന്ന കാര്യം നീ അതാലോചിച്ച് കൂടുതൽ കുറ്റബോധമൊന്നും വരേണ്ട ആവശ്യമില്ല. സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം സംഭവിച്ചു പോയി, അത്ര മാത്രമേ ഉള്ളൂ. ആശാൻ ഒരുത്തന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് പറയും, ഇവൻ വഴിയാണ് നമ്മൾ കള്ളപ്പണം എല്ലാം വെളുപ്പിക്കുന്നത്. ഇവൻ കൊറിയയിലെ വലിയൊരു കമ്പനിയുടെ മുതലാളിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു വലിയ കമ്പനിയുടെ മുതലാളി, അങ്ങേരാണ് ഇങ്ങേര്. പിന്നെ അടുത്ത ഫോട്ടോ കാണിച്ചു കൊടുത്ത് പറയും, ഇവനെയാണ് നീ കൊന്നത്. ഇവനാണ് അവന്റെ കമ്പനിയിൽ നിന്നുള്ള ഡാറ്റകളെല്ലാം മോഷ്ടിച്ച് റഷ്യക്കാർക്ക് വിൽക്കാനായി ശ്രമിച്ചത്. നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഹീറോ തുടക്കത്തിൽ ഒരുത്തനെ ഷൂട്ട് ചെയ്ത് ഡാറ്റകളെല്ലാം എടുക്കാൻ ശ്രമിക്കുന്ന അവനാണിവൻ. എന്നാൽ അവന്റെ കയ്യിൽ നിന്ന് ഡാറ്റകളൊന്നും കിട്ടിയില്ല. എന്നാൽ അവിടെ മറ്റൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. അവൻ മരിക്കുന്നതിന്റെ തൊട്ടു മുന്നേ 3 പേർക്ക് അവൻ മെയിൽ അയച്ചിട്ടുണ്ട്. അതിൽ 2 പേര് പുരുഷന്മാരും ഒരാൾ വനിതയുമാണ്. പറയാൻ പറ്റില്ല, ചിലപ്പോൾ അവരുടെ കയ്യിൽ ഈ ഡാറ്റ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഈ ഡാറ്റയെക്കുറിച്ച് അവർക്ക് എന്തെങ്കിലും അറിയാം. അതിൽ ആദ്യത്തെ 2 പേരെ, ആ പുരുഷന്മാരെ 2 പേരെയും പിടിക്കാനായി അവരാളുകളെ നേരത്തെ വിട്ടയച്ചു. എന്നാൽ ഹീറോയോട് പറഞ്ഞിരിക്കുന്നത്, നീ ആ വനിതയെ കണ്ടുപിടിക്കണമെന്നാണ്. അവളെ കണ്ടുപിടിക്കാൻ മാത്രമല്ല, ആ ഡാറ്റയെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ അവളെ കൊന്നു കളയാൻ വേണം. പക്ഷെ അവൾ അമേരിക്കയിലല്ല, അവൾ കൊറിയയിലാണ്. അതുകൊണ്ട് ഹീറോ കൊറിയയിലേക്ക് ചെന്നാണ് അവളുടെ പിന്നാലെ കൂടേണ്ടത്. പക്ഷെ ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഹീറോ തുടക്കത്തിൽ ഒരു പെൺകുട്ടിയെ കൊല്ലുന്ന കണ്ടില്ലായിരുന്നോ, ആ പെൺകുട്ടിയുടെ അമ്മയാണ് ഈ സ്ത്രീ. അതുകൊണ്ട് ഹീറോ പറയും, ആ കുഞ്ഞിനെയോ ഞാൻ കൊന്നു, അതെനിക്ക് താങ്ങാനായി പറ്റുന്നില്ല. ഇനി അതിന്റെ കൂടെ തന്നെ അതിന്റെ അമ്മയെയും കൊല്ലാനായി എനിക്ക് പറ്റില്ല. അതിന് ആശാ പറയും, നീ ഒറ്റൊരുത്തം കാരണമാണ് അവളുടെ മകളില്ലാതെ ഈ ലോകത്ത് അവൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്. അതുകൊണ്ട് നീ തന്നെ അവൾ ആകാശത്തേക്ക് പറഞ്ഞയക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നിന്റെ നാട് കൊറിയല്ലേ, നിനക്ക് അവിടേക്ക് പോയി നിന്റെ നാടൊക്കെ ഒന്ന് കാണുകയും ചെയ്യാലോ. ഹീറോ പറയും, ഇതെന്റെ അവസാന പണിയാണ്. ഇതിന്റെ പിന്നാലെ ഇനിയും പണിയും പിണിയും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് വന്നാൽ എല്ലാത്തിനെയും ഞാൻ കൊന്നു കളയുമെന്ന് പറഞ്ഞാണ് ആൾ പോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് കൊല്ലേണ്ട പെണ്ണിന്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടി. അവളുടെ പേര് ജെന്നി എന്നാണ്.
എന്തായാലും വീട്ടിൽ വന്ന് ഹീറോ ഒരു ഫോട്ടോ എങ്ങനെ നോക്കുകയാണ്. അത് ഹീറോയുടെ അമ്മയും ഹീറോയും ആണ്. പക്ഷെ ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ ഗോണിന്റെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല. അതെന്താണെന്നറിയില്ല. പിന്നെ നമ്മൾ കാണുന്നത് ഹീറോ കൊല്ലുവാനായി പോകുന്ന ആ ജെന്നിയാണ്. അവൾ കൊറിയയിൽ മറ്റേതോ ഒരു കമ്പനിയിൽ ജോലി ചെയ്യാണ്. എന്നാൽ രാവിലെ തന്നെ അവൾ ജോലി ചെയ്യാനായി ഓഫീസിലെത്തുന്ന നേരം അവിടെ മുഴുവനും ക്യാമറയാണ്. എല്ലാ സ്ഥലത്തും ക്യാമറയുണ്ട്. അവളെ ആരോ വാച്ച് ചെയ്യുന്ന കാണാം. എന്നാൽ ഇതേ സമയത്താണ് ഹീറോ കൊറിയയിലേക്ക് പറന്നിറങ്ങുന്നത്. ഹീറോയെ കൊണ്ടുപോകാനായി വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കൊറിയയിൽ വലിയൊരു കമ്പനിയുണ്ട്. ആ കമ്പനിയുടെ ഡാറ്റയാണ് ആ ചാരൻ മോഷ്ടിച്ച് കൊണ്ടുപോകാനായി ശ്രമിച്ചെന്നൊക്കെ. ആ കമ്പനിയുടെ മുതലാളിയുടെ അസിസ്റ്റന്റാണ് ഇപ്പൊ ഹീറോയെ കൊണ്ടുപോകാനായി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. കാര്യങ്ങളുടെ കിടപ്പ് ഒരൊറ്റ വാക്കി പറയുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാ, കൊറിയയിലെ വലിയൊരു കമ്പനിയുടെ ഡാറ്റകൾ, അതായത് അവർ തട്ടിപ്പ് വെട്ടിപ്പ് ഒക്കെ നടത്തുന്ന ഡാറ്റകൾ ഏതോ ഒരു ചാരൻ 100 മില്യന് റഷ്യക്കാർക്ക് വിൽക്കാനായി ശ്രമിച്ചു. എന്നാൽ ഈ വലിയ കമ്പനി ഹീറോയുടെ ആശാനുമൊക്കെയുള്ള ടീമില്ലേ, അവർക്കൊരു കൊട്ടേഷൻ കൊടുക്കുകയാണ്. ആ ചാരന്റെ കയ്യിൽ നിന്ന് ആ ഡാറ്റ എങ്ങനെയും തിരിച്ച് ഞങ്ങളുടെ കയ്യിൽ തന്നെ എത്തിക്കണമെന്ന്. അതിന്റെ പേരിലാണ് ഹീറോയുടെ ആശാനും ഹീറോയും ഇപ്പൊ എല്ലാവരും കൂടെ ആ ഡാറ്റ തിരിച്ചെടുക്കാനായി ശ്രമിക്കുന്നത്. പക്ഷെ അവർക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ആ ഡാറ്റ ഇതുവരെ അമേരിക്കയിൽ എത്തിയിട്ടില്ല, അത് കൊറിയയിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഹീറോ ആ സ്ത്രീയെയും തെരഞ്ഞുകൊണ്ട് കൊറിയയിലേക്ക് തന്നെ തിരികെ വന്നിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഹീറോയെ സഹായിക്കാനായി ആരെങ്കിലും വേണമല്ലോ. അതുകൊണ്ട് ആ വലിയ കമ്പനിയില്ലേ തട്ടിപ്പ് വെട്ടിപ്പ് നടത്തുന്ന ആ കമ്പനി മുതലാളിയുടെ അസിസ്റ്റന്റ് ആണ് ഇപ്പൊ ഹീറോയെ കൂട്ടിക്കൊണ്ടുപോകാനായി വന്നിരിക്കുന്നത്. ഇപ്പൊ കാര്യങ്ങൾ ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഇവിടെ വെച്ച് അവർ ഹീറോയെ ഏതോ ഒരു വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. ആ വീട് ഹീറോ തന്നെയാണ് തെരഞ്ഞെടുത്തത്. അങ്ങനെ അങ്ങോട്ടാണ് ചെല്ലുന്നത്. എന്നാൽ അതിന്റെ ഇടയിൽ അസിസ്റ്റന്റ് ഹീറോയോട് നിങ്ങൾ എവിടെ നിന്നാണ്, നിങ്ങൾ ആരാണ്, നിങ്ങൾ മിണ്ടില്ലേ, വായില്ലേ എന്നൊക്കെ ചോദിച്ച് ആകെ കൂടെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എന്നാൽ ആളൊന്നും മിണ്ടുന്നില്ല. ഹീറോ പെട്ടിയിൽ നിന്ന് തന്റെ ആയുധങ്ങളെല്ലാം പുറത്തേക്ക് വെക്കുന്ന നേരം അസിസ്റ്റന്റ് പറയും, ഇങ്ങനെ കൊല്ലാൻ വരുന്നവന്മാർക്ക് വലിയ കഴിവൊന്നുമില്ലേലും ഇതുപോലെ ആയുധങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാകും. കൊലയാണെങ്കിൽ നടക്കുവോ അതും പറയാൻ പറ്റില്ല. അപ്പോഴാണ് ഹീറോ വായ തുറക്കുക. നീ നിന്റെ വായ ഇവിടെ വെച്ച് പൂട്ടിയില്ലേല് നിന്റെ അണ്ണാക്കിൽ ഗണ്ണ് ഇറക്കി വെച്ച് ഞാൻ പൊട്ടിക്കും. അത് കേൾക്കുന്ന അങ്ങേര് എന്നാ പിന്നെ വേണ്ട എന്ന് വിചാരിച്ച് മെല്ലെ പിന്നിലേക്ക് മാറും. പിന്നെ നമ്മൾ കാണുന്നത് ജെന്നിയാണ്. ജെന്നി എന്ന് വെച്ചാൽ ഹീറോ കൊല്ലാനായി പോകുന്ന ആ പെണ്ണില്ലേ, അവളെയാണ്. അവൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ മീറ്റിംഗിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. സംഗതി എന്താന്ന് വെച്ചാൽ അവരുടെ ഈ കമ്പനി മറ്റൊരു കമ്പനിയുമായിട്ട് കൂടിച്ചേരാനായി പോവാണ്. അങ്ങനെ വരികയാണെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് ഈ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളെല്ലാം കിട്ടാതെയാവും. എന്നാൽ അവള് പറയാ, സാധാരണ ജനങ്ങളുടെ കഷ്ടപ്പാട് നോക്കി നിൽക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ലാഭം ഉണ്ടാക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്തായാലും കൂടിച്ചേരാനായി പോവാണ്. അന്നേരമാണ് അവളുടെ ബോസ് വന്ന് അവളുടെ ഈ ഒരു തീരുമാനത്തെ അഭിനന്ദിക്കുന്നത്. അപ്പോഴാണ് മനസ്സിലാവുക അവളുടെ ബോസ് ആരാന്ന് വെച്ചാൽ കൊറിയയിലെ ആ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന വലിയ കമ്പനി എന്ന് പറഞ്ഞില്ലേ, ആ കമ്പനിയുടെ മുതലാളിയാണ്. അതായത് ഈ കമ്പനിയാണ് ആ കമ്പനി. ചുരുക്കി പറഞ്ഞാൽ ഈ കമ്പനിയുടെ ഡാറ്റയാണ് ആ ചാരൻ റഷ്യക്കാർക്ക് മറിച്ച് വിൽക്കാനായി ശ്രമിച്ചത്. എന്നാൽ അവരെ എല്ലാവരും ഇപ്പൊ കൊന്നു. എന്നാൽ ചാരൻ അവസാനം മെസ്സേജ് അയച്ചിട്ടുള്ള ജെന്നിയൊക്കെയാണല്ലോ ഇപ്പൊ അവരെല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത്. അതായത് ഈ കമ്പനിയുടെ മുതലാളി തന്നെയാണ് ജെന്നിയെ കൊല്ലാനായുള്ള കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. നേരത്തെ ജെന്നി ഓഫീസിൽ വന്നിരുന്നപ്പോൾ അവളെ ക്യാമറ വെച്ച് ആരോ നിരീക്ഷിക്കുന്ന കണ്ടില്ലായിരുന്നോ, അത് ഈ കമ്പനിയുടെ അവളുടെ തന്നെ മുന്നിൽ നിൽക്കുന്ന ഈ ബോസാണ്. അങ്ങേര് അവളുടെ കയ്യിൽ ആ ഡാറ്റ എങ്ങനെയും വരുന്നുണ്ടോ, അവൾ എന്തെങ്കിലും ആ ഡാറ്റ വെച്ച് ചെയ്യുന്നുണ്ടോ എന്നറിയാനാണ് ക്യാമറ വെച്ച് നോക്കുന്നത് തന്നെ. പിന്നെ നമ്മൾ കാണുന്നത് ജെന്നി നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ്. അവിടെ അവളുടെ അമ്മയുണ്ട്. അമ്മക്ക് ഓർമ്മക്കുറവും കൂടെ തന്നെ ആരോഗ്യത്തിന് പല പല പ്രശ്നങ്ങളും ഉണ്ട്. തിരിച്ച് പൂർണ്ണ ആരോഗ്യത്തിൽ ജീവിതത്തിലേക്ക് തന്നെ വരാനായി കുറച്ച് പാടാണ്. അത് കഴിഞ്ഞ് അവൾ ലിഫ്റ്റിൽ താഴേക്ക് ഇറങ്ങുമ്പോഴാണ് പെട്ടെന്ന് ലിഫ്റ്റ് സ്റ്റക്ക് ആകുന്നത്. കറണ്ടെല്ലാം മിന്നുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഹീറോ അവളെ നോക്കി നിൽക്കുന്ന കാണാം. അവളെ കൊല്ലാനായി ഇങ്ങോട്ട് വന്നിരിക്കുകയാണല്ലോ, എന്നാൽ പെട്ടെന്ന് കൊല്ലാനായി പറ്റില്ല. അവളെ ഫോളോ ചെയ്ത് അവളുടെ വീടൊക്കെ എവിടെയാണെന്ന് കണ്ടുപിടിക്കും. പിറ്റേ ദിവസം ജെന്നി നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് ചെല്ലുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ ജെന്നിയുടെ ഭർത്താവ് മരിച്ചിട്ടുണ്ട്. എന്തോ ഒരു കേസിൽ പെട്ടാണ് മരിച്ചേ. അതുകൊണ്ട് തന്നെ മരിക്കുന്ന സമയം അങ്ങേരുടെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളൊന്നും പോലീസുകാർ ഇതുവരെ കൊടുത്തിട്ടില്ല. അതെല്ലാം തിരിച്ചു തരുമോ, തിരിച്ചു വേണമെന്ന് പറയാനാണ് അവൾ ചെന്നിരിക്കുന്നത്. എന്നാൽ പോലീസുകാരൻ പറയും, നിങ്ങളുടെ ഭർത്താവിന് പോലീസ് ക്രിമിനൽസ് എന്ന് വിചാരിക്കുന്ന 2 പേരുമായിട്ട് ബന്ധമുണ്ട്. ആ 2 പേരും ആരാണ്, അവരെവിടെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനായി പറ്റൂ. എന്നാൽ അവൾ പറയും, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. അങ്ങനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. അങ്ങേരുടെ ബന്ധങ്ങളെക്കുറിച്ചും എനിക്കറിയില്ല. പിന്നെ നിങ്ങൾക്കറിയുന്ന കാര്യമല്ലേ, കഴിഞ്ഞ 1 വർഷത്തോളം ഞങ്ങൾ ഡിവോഴ്സ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനെക്കുറിച്ചൊന്നും അറിയില്ല. എന്നാൽ അവൾ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തൊട്ടപ്പുറത്ത് നിന്ന് 2 ആളുകൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതെന്തിനാന്ന് മനസ്സിലാവണമെങ്കിൽ അവളുടെ ഭർത്താവ് ആരാന്ന് നമ്മൾ അറിയണം. അവളുടെ ഭർത്താവ് ആരാന്ന് വെച്ചാൽ റഷ്യക്കാർക്ക് ഡാറ്റ കൊടുക്കാൻ പോയി അവിടെ വെച്ച് ഹീറോയുടെ കയ്യാൽ മരിച്ച ചാരനില്ലേ, അങ്ങേരാണ് അവളുടെ ഭർത്താവ്. ഇതേ സമയം ഹീറോയാണേൽ ജെന്നി വീട്ടിലില്ലാത്ത നേരം നോക്കി അവളുടെ വീട്ടിൽ വലിഞ്ഞു കയറും. അവിടെയാണേൽ ഒരു ലോക്കർ ഉണ്ട്. ആ ലോക്കറിന്റെ ഫിംഗർ പ്രിന്റ് ഹീറോ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പക്ഷെ അത് തുറക്കണേൽ അതിന് വോയിസ് സെക്യൂരിറ്റി കൂടെ ഉണ്ട്. അതിന് ജെന്നിയുടെ ശബ്ദം തന്നെ വേണം. അതുകൊണ്ട് അത് കാര്യമാക്കില്ല. ആ വീട് മുഴുവനും തിരയെങ്കിലും കൂടുതൽ കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കാനായി പറ്റില്ല. പിന്നെ അവിടുന്ന് നേരെ ഹോസ്പിറ്റലിലേക്കാണ് ചെല്ലുന്നത്. അവളുടെ
അമ്മയെ കിടത്തിയിരിക്കുന്ന റൂമിലെ ആ റൂമിൽ ചെന്ന് മുഴുവനും തെരഞ്ഞു വെക്കുന്ന നേരം അവിടെ ജെന്നിയുടെ ഫോണുണ്ട്. ജെന്നി വാഷ്റൂമിൽ പോയ നേരമാണ് ഹീറോ ഇങ്ങോട്ട് കയറിയിരിക്കുന്നത്. അതുകൊണ്ട് അവളൊന്നും അറിയുന്നില്ല. ഹീറോയാണേൽ അവളുടെ ഫോണിലെ ഡാറ്റ മുഴുവനും ഹീറോയുടെ കയ്യിലുള്ള ഡിവൈസിലേക്ക് മാറ്റും. എന്നാൽ ആ ഫോണിലെ ഡാറ്റ കിട്ടിയാലും കൂടുതലൊന്നും കണ്ടുപിടിക്കാനായി പറ്റില്ല. അതിലാകെ ജെന്നിയും മകളും ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോസ് മാത്രമേ ഉള്ളൂ. ഇതേ സമയം ആ കമ്പനി മുതലാളിയില്ലേ, അതായത് ജെന്നിയുടെ ബോസ്, ആ ബോസിന്റെ അസിസ്റ്റന്റിനെയാണ് കാണിക്കുന്നത്. ഹീറോ കൊന്നിരിക്കുന്ന ആ ചാരനില്ലേ, അങ്ങേര് മരിക്കുന്നതിന്റെ തൊട്ടു മുന്നേ 3 പേരുടെ ഫോണിലേക്കാണ് മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞില്ലേ, അതിലൊരാളെ അവൻ കണ്ടുപിടിച്ചു. എന്നാൽ ഈ ഒരു ഡാറ്റയെക്കുറിച്ച് അവനോട് എത്രയൊക്കെ ചോദിച്ചാലും അവനൊന്നും പറയാനില്ല, അവനൊന്നും പറയില്ല എന്ന മട്ടിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ എന്തോ ഒരു സിറിഞ്ച് വെച്ച് ഇഞ്ചക്ട് ചെയ്ത് കുത്തി കൊന്നുകളയും. അങ്ങനെ അന്ന് രാത്രിയായാല് ജെന്നി അവളുടെ കമ്പനിയുടെ ഒരു പാർട്ടിയിലേക്ക് പങ്കെടുക്കാനായി വരികയാണ്. ഇതേ പാർട്ടിയിൽ തന്നെ അവളുടെ ബോസിന്റെ അസിസ്റ്റന്റ് കൂടെ ഉണ്ട്. അങ്ങയുടെ കയ്യിൽ ഇപ്പോഴൊരുത്തനെ കൊന്നപ്പോ അവന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഫോൺ ഉണ്ടല്ലോ, ആ ഫോൺ വെച്ച് ജെന്നിയുടെ ഫോണിലേക്ക് കോൾ ചെയ്യും. അതായത് മരിച്ച അവനുമായി ഇവൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോന്ന് അറിയാനാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ ആ കോൾ ഫോണിലേക്ക് വന്നിട്ടും അവളത് കാര്യാക്കില്ല. അവൾക്ക് ആ നമ്പറുമായി യാതൊരു ബന്ധം പോലുമില്ല. അപ്പൊ തന്നെ മനസ്സിലാക്കാം അവളും അങ്ങേരുമായി യാതൊരു ബന്ധമില്ല എന്നുള്ള കാര്യം. എന്നാൽ ആ പാർട്ടിയിൽ വെച്ച് ജെന്നി ഒരു പാട്ട് പാടുന്നുണ്ട്. അത് അവളുടെ മകളെക്കുറിച്ച് തന്നെയുള്ള പാട്ടാണ്. കൂടെ തന്നെ മകളെക്കുറിച്ചുള്ള ഓർമ്മകളും അവളുടെ മനസ്സിലേക്ക് എത്തും. ജെന്നിയും ഭർത്താവും തമ്മിൽ ഡിവോഴ്സ് ആയതുകൊണ്ട് തന്നെ മകളെപ്പോഴും അമ്മയുടെയും അച്ഛന്റെയും കൂടെ മാറി മാറിയാണ് ഉണ്ടാവുക. എന്നാൽ അതിലേറ്റവും കൂടുതൽ അച്ഛന്റെ കൂടെയാണ് മകൾ നിൽക്കുക. പക്ഷെ മകൾക്ക് ഏറ്റവും ഇഷ്ടം അമ്മയുടെ കൂടെ നിൽക്കാനാ. അതിനെക്കുറിച്ച് മകൾ എപ്പോഴും മെസ്സേജ് ചെയ്യുന്നതാണ്, അമ്മ എനിക്ക് നിങ്ങളുടെ കൂടെ നിൽക്കാനാണ് ഇഷ്ടം. എനിക്ക് നിങ്ങളുടെ മുഖം തന്നെ ഇപ്പം മറന്നുപോയി. എന്നെ ദൈവം ശിക്ഷിച്ചതാണോ? ഞാൻ അമ്മയുടെ കൂടെ തന്നെ നിന്നോളാം. ഞാൻ നല്ലൊരു കുട്ടിയായി തന്നെ ഇരിക്കും. അമ്മ തിരിച്ചെന്നെ വിളിക്ക്. ഈ കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്ന നേരം അവൾക്ക് വിഷമം സഹിക്കാനേ പറ്റില്ല. ഇതെല്ലാം ആണെങ്കിൽ ഹീറോയും കേൾക്കുന്നുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ അവളുടെ ഫോണിലെ ഡാറ്റ മുഴുവനും നേരത്തെ ഹീറോ എടുത്തിരുന്നല്ലോ. അതുകൊണ്ട് മകൾ അയച്ച മെസ്സേജ് എല്ലാം ആ ഫോണിൽ തന്നെ ഉണ്ട്, ആ ഡാറ്റയിലുണ്ട്. അവസാനമായി ഈ മെസ്സേജ് അയച്ചുകൊണ്ട് അച്ഛന്റെ കൂടെ അമേരിക്കയിലേക്ക് ആ റഷ്യക്കാരുമായി ഡീല് നടത്താനായി അവൾ പോയതായിരുന്നു. എന്നാൽ അവൾക്ക് സംഭവിച്ച കാര്യം നമ്മൾ നേരത്തെ കണ്ടതാണ്. ജെന്നിയാണേലും മീറ്റിംഗും കഴിഞ്ഞ് നേരെ ഹോസ്പിറ്റലിലേക്ക് അമ്മയെ കാണാനായി പോകുന്ന വഴിയിൽ ഹീറോയും അവളുടെ തൊട്ടു പിന്നാലെ തന്നെ ചെല്ലുന്നുണ്ട്. അങ്ങനെ അവൾ ലിഫ്റ്റിൽ കയറി മേലേക്ക് പോകാനായി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ലിഫ്റ്റ് കേടാവുന്നത്. ഏതോ ഒരു മനുഷ്യന്റെ കൂടെ ഇതുപോലൊരു സാഹചര്യത്തിൽ ലിഫ്റ്റിൽ നിൽക്കുമ്പോൾ അവൾക്ക് എന്തായാലും പേടിയാവില്ലേ. അതുകൊണ്ട് തന്നെ ഹീറോ അവൾ പേടിക്കണ്ടെന്ന് വെച്ച് അവളുമായി സംസാരിക്കും. തുടക്കത്തിൽ നിങ്ങൾ എന്തിനാ ഇവിടെ വന്നേ, അമ്മയുടെ അസുഖം മാറിയോ എന്നൊക്കെയാണ് ചോദിച്ചെങ്കിൽ അവസാനത്തേക്ക് ഹീറോ പരസ്പര ബന്ധമില്ലാത്ത ഓരോ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഇതിനൊക്കെ ഞാൻ എന്താണാവോ മറുപടി പറയാന്ന് അവൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലിഫ്റ്റ് നന്നാവുക. അങ്ങനെ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി. പിറ്റേന്ന് രാവിലെ ജെന്നി നേരെ ചെല്ലുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. അവളുടെ ഭർത്താവിന്റെ സാധനങ്ങളെല്ലാം, അതായത് ഫോണ്, പേഴ്സ്, വാച്ച്, അതെല്ലാം പോലീസുകാർ തിരിച്ചു കൊടുക്കാന്ന് ഉറപ്പിച്ചു. അതുകൊണ്ടാണ് അവളെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ അതെല്ലാം വാങ്ങുന്ന അവള് നേരെ ഓഫീസിലേക്കാണ് ചെല്ലുക. ഓഫീസിലെത്തുന്ന നേരം അതിൽ മകളുടെ ഒരു ഫോൺ കൂടെയുണ്ട്, ഒരു മഞ്ഞ ഫോണ്. ആ ഫോണിന്റെ കീച്ചനിൽ ഒരു ചെറിയൊരു പെൻഡ്രൈവ് ഉണ്ട്. ജെന്നി അതെടുത്ത് ലാപ്ടോപ്പിൽ ഇട്ട് നോക്കുന്ന നേരം അതിൽ വലിയ വലിയ ക്യാഷിനെ കുറിച്ചൊക്കെയാണ് കാണിക്കുന്നത്. വലിയ വലിയ എമൗണ്ട്സ് ആണ് കാണിക്കുന്നത്. മാത്രമല്ല ആ സൈറ്റിൽ കയറണേൽ ഒരു പാസ്വേഡ് കൂടെ വേണം. അവൾ അറിയാവുന്ന ഓരോ പാസ്വേഡുകൾ, ഭർത്താവിന് ബന്ധമുള്ള ഓരോ പാസ്വേഡുകൾ ടൈപ്പ് ചെയ്ത് നോക്കുന്ന നേരം അതൊന്നും കറക്റ്റ് ആവുന്നില്ല. എന്നാൽ അവൾ ഇവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ അവളുടെ ഈ കമ്പനിയുടെ ബോസ് ഇല്ലേ, അങ്ങേര് ആ കാര്യം അവിടെ അറിഞ്ഞു, അങ്ങേരുടെ ലാപ്ടോപ്പിൽ അറിഞ്ഞു. അങ്ങേര് പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തേക്ക് വെച്ച് പിടിക്കും. ജെന്നിക്കാണേൽ വേറെയും 2-3 ഫയൽസ് നോക്കുന്ന നേരം അതിൽ നിന്ന് മകളുടെ ഫോട്ടോസ് മാത്രമാണ് കാണാനായി പറ്റുന്നത്. ഈ സമയം ഹീറോ നേരെ ജെന്നിയുടെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ അവിടെ ഒരു ലോക്കർ ഇല്ലായിരുന്നോ, അത് ഓപ്പൺ ആവണേല് ജെന്നിയുടെ ഫിംഗർ പ്രിന്റും വോയിസും വേണം. അതിൽ ഫിംഗർ പ്രിന്റ് റെഡിയായി, ഇനി വോയിസ് ആണ് വേണ്ടേ. അവളുമായി ലിഫ്റ്റിൽ നിന്ന് സംസാരിച്ചപ്പോൾ അവളുടെ വോയിസ് ഹീറോ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു. ഇപ്പോഴത് യൂസ് ചെയ്ത് ആ പെട്ടി ഓപ്പൺ ചെയ്യും. എന്നാൽ അതിലൊരു താക്കോല് മാത്രമാണ് ഉണ്ടാവുക. ആ വീട്ടിലാണേൽ തുറക്കാൻ പറ്റാത്തൊരു വാതിലും കൂടെ ഉണ്ടായിരുന്നു. ഹീറോയാണേൽ ആ കീ വെച്ച് ആ ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴാണ് മനസ്സിലാവുക അവളുടെ മരിച്ചുപോയ പെൺകുട്ടിയില്ലേ, അതായത് ഹീറോ കൊന്നിരുന്ന ആ പെൺകുട്ടിയുടെ റൂമാണത്. അവിടെയാകെ ചെറിയൊരു പ്രൊജക്ടർ മാത്രമാണ് കാണാൻ പറ്റുന്നത്. ഈ നേരത്താണ് ആ ബോസിന്റെ അസിസ്റ്റന്റ് ഹീറോയെ കോൾ ചെയ്ത് പറയുന്നത്, അവളെ കൊല്ലുമെന്നുള്ള കാര്യം എന്തായാലും ഇനി ഉറപ്പാണ്. നീ ചെയ്യേണ്ട ആകെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ആ ഡാറ്റ എങ്ങനെയാലും കണ്ടുപിടിക്കുക. ഓക്കെ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യും. ഈ സമയം ജെന്നിയാണേൽ വീട്ടിലെത്തി. അപ്പോഴാണ് അവൾ കാണുക മകള് പഠിക്കുന്ന സ്കൂളിൽ നിന്ന് ഒരു CD വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ മകള് പാടുന്ന പാട്ടിന്റെ എല്ലാം വീഡിയോ ആണ്. എന്നാൽ അവൾ വേണ്ടാന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ അവരത് കൊണ്ടുവച്ചു. ഹീറോയാണേൽ അവളെ എന്തായാലും കൊല്ലാനായി തീരുമാനിച്ചിരിക്കുക. അങ്ങനെ ഗണ്ണുമായി നേരെ താഴേക്കിറങ്ങി അവളെ ഷൂട്ട് ചെയ്യാനായി വരുമ്പോഴാണ് അവള് മകളുടെ വീഡിയോസ് ഇരുന്ന് കാണുക. മകളെ കണ്ടപ്പോൾ തന്നെ ഹീറോയുടെ കൺട്രോൾ പോയി. ഹീറോയുടെ ഉള്ളിലേക്ക് ആ ഡിപ്രഷൻ വീണ്ടും വന്നു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ജെന്നിയാണേൽ മകളുടെ വീഡിയോ കണ്ടോണ്ട് കരയാണ്, ടിവിയിൽ കെട്ടിപ്പിടിച്ച് കരയാ. അപ്പം തന്നെ ഗോൺ വീടിന്റെ മേലെ കയറി വന്ന് അവിടെ മകളുടെ റൂമിൽ ഒരു ചെറിയ പ്രൊജക്ടർ ഇല്ലായിരുന്നോ, അത് ഓൺ ചെയ്യും. അതിലാണെ മകളുടെ വീഡിയോസ് മാത്രമാണുള്ളത്. അതെല്ലാം കണ്ടോണ്ട് അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ഇനി ഒന്നും ചെയ്യാനായി പറ്റില്ലല്ലോ, എന്തായാലും അവളെ കൊന്നേ പറ്റൂ എന്നുള്ള കാര്യം മനസ്സിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഗണ്ണെടുത്ത് താഴേക്ക് ചെല്ലും. എന്നാൽ അപ്പോഴാണ് കാണുക ജെന്നി ഇവിടെ മരുന്ന് കഴിച്ച് മരിക്കാനായി കിടക്കുന്നത്. ഈ നേരം ജെന്നിയുടെ ഭർത്താവ് മെസ്സേജ് അയച്ചിരുന്ന രണ്ടാമത്തെ ആളില്ലായിരുന്നോ, ആദ്യത്തെ ആളെ ആ അസിസ്റ്റന്റ് കൊന്നു. രണ്ടാമത്തെ ആളെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അങ്ങേര് കെട്ടും പാണ്ടങ്ങളും ഒക്കെയായി എങ്ങോട്ടോ ഇറങ്ങിപ്പോകാനായി കാറി കയറി പോകുമ്പോഴാണ് പെട്ടെന്നൊരു ട്രക്ക് വന്ന് അങ്ങേര് ഇടിക്കുന്നത്.
മരിച്ചിട്ടില്ല, ഇനിയും എങ്ങനെയും ജീവിച്ചു വരാനായി പറ്റുമെന്ന് അങ്ങനെ ചിന്തിക്കുമ്പോഴേക്ക് അടുത്ത ഇടിയും കൊണ്ടു. അങ്ങനെ അങ്ങനെ കൊന്നളഞ്ഞു. ഈ സമയം ഹീറോ ജെന്നിയുടെ മകളുടെ ഫോണിലെ ഫോട്ടോസ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് പഴയ ഒരു കാര്യം ഹീറോയുടെ മനസ്സിലേക്ക് എത്തുന്നത്. പണ്ട് ഹീറോയുടെ അമ്മ എങ്ങനെയാലും ഹീറോയെ ഒഴിവാക്കണമെന്ന് വിചാരിച്ച് നടന്നയാളായിരുന്നു. അതെന്തിനാണെന്നറിയില്ല. അതെങ്ങനെയാന്ന് വെച്ചാ ഏതെങ്കിലും മാർക്കറ്റിന് മുന്നിലൊക്കെ വന്ന് ഹീറോയോട് അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാനായി പറയും. എന്നാൽ ഹീറോക്കറിയാം എന്നെ ഒഴിവാക്കാനാണ് അമ്മ ഇതെല്ലാം ചെയ്യുന്നതെന്ന്. എനിക്ക് പോണ്ടാന്ന് പറഞ്ഞാലും അമ്മ ചവിട്ടിയെല്ലാം തള്ളിയിട്ട് പോകാനായി പറയും. പക്ഷേ മാർക്കറ്റിലേക്ക് പോകുന്ന വഴിയിൽ അമ്മ എന്തായാലും പോകുമെന്ന് മനസ്സിലാകുന്ന ഹീറോ അമ്മ അറിയാതെ കാറിന്റെ ഡിക്കിയിൽ വന്ന് കയറിയിരിക്കും. എന്നാൽ ഇത് മനസ്സിലാക്കാത്ത അമ്മ മകൻ എങ്ങോട്ടോ പോയെന്ന് ഉറപ്പ് വന്നേരം പെട്ടെന്ന് തന്നെ കാറിൽ കയറി അവിടെ നിന്ന് എങ്ങോട്ടോ പോവാണ്. അങ്ങനെ ദൂരെ ചെന്നൊരു സ്ഥലത്തെത്തുന്നേരം കാർ നിർത്തിവെച്ച് തലയിൽ ഷൂട്ട് ചെയ്ത് മരിക്കുകയാണ് ചെയ്തത്. അന്ന് ഹീറോയും അമ്മയും എല്ലാം അമേരിക്കയിലായതുകൊണ്ട് തന്നെ അന്ന് അമേരിക്കൻ പോലീസ് വന്നാണ് ഹീറോയെ രക്ഷിച്ചത്. ഇതിനു മുന്നേയും അമ്മ ഹീറോയെ ഒഴിവാക്കാനായി ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ആ സമയത്തെല്ലാം ഹീറോ തന്നെ എങ്ങനെയും അമ്മയുടെ അടുത്തേക്ക് വരികയാണ് ചെയ്തത്. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലേക്ക് വരുന്നേരം പെട്ടെന്ന് തന്നെ ഗണ്ണെടുത്ത് ജെന്നിയെ ടപ്പ 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 എന്ന് ഷൂട്ട് ചെയ്ത് കൊന്നുകളയും. അങ്ങനെ അവിടുന്ന് വേഗത്തിൽ പോകും. എന്നാൽ പിന്നെ നമ്മൾ കാണുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ജെന്നിയാണ്. ഹീറോ ശരിക്കും അവളെയല്ല ഷൂട്ട് ചെയ്തിട്ടുള്ളത്, അവൾ കിടന്നിരുന്ന സോഫയിലേക്കാണ്. അതെന്തിനാന്ന് വെച്ചാൽ ഹീറോക്ക് അവളെ കൊല്ലാനായി താല്പര്യമില്ല, അതുകൊണ്ടാണ് സോഫയിലേക്ക് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതെന്തിനാന്ന് വെച്ചാൽ ആ ഷോട്ട് കണ്ടാൽ അവളുടെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാവുന്ന പോലീസുകാർ അവൾക്കൊരു പ്രൊട്ടക്ഷൻ നൽകും. അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ജെന്നി രക്ഷപ്പെട്ടു എന്ന കാര്യം മനസ്സിലാകുന്ന ബോസിനാണേൽ ദേഷ്യം സഹിക്കാനേ പറ്റില്ല. അസിസ്റ്റന്റിനിട്ട് 3-4 പെട കൊടുത്ത് നീയൊക്കെ എന്ത് ചേമ്പാടോ കാണിച്ചതെന്ന് ചോദിക്കും. അസിസ്റ്റന്റിനോട് പറഞ്ഞതാണ് നീ ഈ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യണമെന്ന്. എന്നാൽ അവനെ കൊണ്ട് പറ്റിയില്ല. ബോസിനാണേൽ ഈ ഒരു ഡാറ്റകൾ പോകുമെന്ന് മാത്രമല്ല ഇഷ്ടംപോലെ കാശും കൂടെ തന്നെ പോകും. ഇവിടെ ഹീറോയുടെ ആശാന്റെ കാര്യം നോക്കുകയാണേൽ അങ്ങേർക്കും ഈ ഒരു കാര്യം സഹിക്കാനേ പറ്റിയിട്ടില്ല. കാരണം എന്താന്ന് വെച്ചാൽ അങ്ങേർക്കും കിട്ടേണ്ട വലിയൊരു തുകയാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു കമ്പനിയുമായി ആശാന് മറ്റെന്തോ ഒരു ബന്ധമുണ്ട്. അതെന്താണെന്നറിയില്ല. ആ ഒരു ബന്ധത്തെക്കുറിച്ച് പോലീസുകാർക്ക് മനസ്സിലായാലും അങ്ങേരെന്തായാലും പെടും. അതുകൊണ്ട് കൂടെയുള്ളവനോട് പറയും, പണ്ട് കംബോഡിയയിൽ വെച്ച് ഗോൺ നിന്റെ ജീവൻ രക്ഷിച്ചു എന്ന കാര്യം എനിക്കറിയാം. പക്ഷെ ഈ ഒരു സമയത്ത് ഗോൺ ഒരു പേപ്പട്ടിയെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അവൻ എപ്പോൾ വേണമെങ്കിലും ചാടി വന്ന് കുറച്ച് നമ്മളെ കടിക്കും. അതുകൊണ്ട് നീ അവനെയും അവളെയും ഒരുമിച്ച് കൊന്നുകളയണം. ഈ സമയം ഹീറോ ഏതോ ഒരു പൊതു കുളിമുറിയിലേക്ക് വന്ന് അവിടെ വെച്ച് പഴയ കാര്യങ്ങളെല്ലാം ചിന്തിക്കുകയാണ്. അതെന്താണെന്നറിയില്ല, അവിടെ വെച്ചാണ് ഈ കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്നത്. ഈ സമയം ജെന്നിയെ ഹോസ്പിറ്റലിൽ നിന്ന് ചോദ്യം ചെയ്യാനായി കൊണ്ടുപോവാണ്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ അവളുടെ വീട്ടിൽ ആരോ ഷൂട്ട് ചെയ്തതിന്റെ പാടുണ്ട്. അവളുടെ ഭർത്താവിന് ഫിനാൻഷ്യൽ ക്രൈമിൽ ബന്ധമുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനാണ് അവളെ കൊണ്ടുവന്നിരിക്കുന്നത്. കൂടുതലൊന്നും വൈകിപ്പിക്കാതെ അങ്ങേര് പറയും, ജെന്നി നീ ജോലി ചെയ്യുന്ന നിന്റെ കമ്പനിയിലെ ബോസിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും കാര്യം നിനക്കറിയോ? ജനങ്ങളുടെ മുന്നിൽ അങ്ങേര് ഒരു മാടപ്രാവിനെ പോലെയാണ് നടക്കുന്നതെങ്കിലും വലിയ വലിയ അധോലോകങ്ങളുടെ കള്ളപ്പണങ്ങളെല്ലാം വെളുപ്പിക്കുന്ന ജോലിയാണ് അങ്ങേർക്ക്. നിന്റെ ഭർത്താവ് ആ കമ്പനിയിൽ നിന്ന് വേണ്ടപ്പെട്ട ചില രേഖകൾ എടുത്തുകൊണ്ടുപോയി റഷ്യക്കാർക്ക് മറിച്ചു വിൽക്കാനായി ശ്രമിച്ചു. എന്നാൽ ആ സമയത്താണ് നിന്റെ ഭർത്താവിനെ ആരോ കൊല്ലുന്നത്. നിന്റെ ഭർത്താവിനെ എന്ന് മാത്രമല്ല അങ്ങേര് മെയിൽ അയച്ചിട്ടുള്ള 2 പേരെയും അവർ വന്ന് കൊന്നുകളഞ്ഞു. അതായത് നിന്റെ ബോസ് തന്നെയാണ് ചിലപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷെ അങ്ങേരല്ല ഒരിക്കലും ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ചൈനയിൽ ബേസ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു കമ്പനിയാണ് നിന്റെ ബോസിന്റെ കമ്പനിയെ കൊണ്ടു നടക്കുന്നത്. അതായത് ചൈനയിൽ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആ കമ്പനി ഏതാന്ന് വെച്ചാൽ ഹീറോയുടെ ആശാനില്ലേ, അങ്ങേരുടെ കമ്പനിയാണ്. ശരിക്കും ഇതിന്റെ എല്ലാം തല അങ്ങേരാണ്, ഹീറോയുടെ ആശാനാണ്. പക്ഷെ പോലീസുകാരുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ അവർ ഇത്രയും കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനായി പറ്റുന്നില്ല. അതിന് ജെന്നിയോട് നിനക്ക് എന്തേലും അറിയാമെന്ന് ചോദിക്കാനായി വന്നതാ. എന്നാൽ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റ് പോകാനായി നിൽക്കുന്ന നേരം പോലീസുകാരൻ വീണ്ടും ചോദിക്കും, നിനക്ക് എന്തേലും അറിയോ? അറിയെങ്കിൽ പറ. എനിക്കൊരു ഡാറ്റയെക്കുറിച്ചും ഫയലിനെ കുറിച്ചും അറിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാരൻ ഒരൊറ്റ അടിയും കൊടുത്ത് അവൾ തിരിഞ്ഞു നടക്കുന്ന നേരം പെട്ടെന്നാണ് ബോധം പോയി താഴെ വീഴുക. ഈ സമയപ്പോഴേക്ക് അമേരിക്കയിൽ നിന്ന് ഹീറോയെ കൊല്ലാനായി ആശാന്റെ ആളുകൾ, അതായത് ഹീറോയുടെ തന്നെ ആളുകൾ കൊറിയയിലേക്ക് എത്തി. കൊറിയയിൽ വർക്ക് ചെയ്യുന്ന ഏതോ ഒരു അമേരിക്കൻ ടീമിന്റെ കയ്യിൽ നിന്ന് കുറെ ഗണ്ണുകളെല്ലാം അവർ വാങ്ങിവെക്കും. എന്നാൽ അതേ ഗണ്ണ് വെച്ച് തന്നെ ആ ഗണ്ണ് കൊണ്ടുവന്നവരെ അവർ ഷൂട്ട് ചെയ്ത് കൊന്നുകളയും. ഞാനും ഇങ്ങനെ തന്നെയാ. അംഗനവാടിയിൽ വെച്ച് ടീച്ചർക്ക് വടി കൊണ്ടു കൊടുക്കുന്നയാൾ ഞാനായിരുന്നു. എന്നാൽ ആ വടി വെച്ച് എനിക്ക് തന്നെ 2-3 എണ്ണം കിട്ടും. അതറിയാവുന്നതുകൊണ്ട് തന്നെ ഒരിക്കൽ വടിയെടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഞാൻ കൊണ്ടുവന്നില്ല. അതുകൊണ്ട് ചന്തിക്കൊരു നുള്ളും കിട്ടി. ആ വടിയെടുത്ത് കൊണ്ടു കൊടുത്തപ്പോൾ കൂടി ഒരു അടിയും കിട്ടി. പിറ്റേന്ന് രാവിലെ ജെന്നി ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോഴാണ് ഫോണിലേക്ക് ഹീറോ വിളിക്കുന്നത്. ഹീറോ പറയും, മരണത്തിന്റെ വായെന്ന് തിരിച്ചു വന്നപ്പോൾ എങ്ങനെയുണ്ട്, ഇപ്പോഴോക്കെ ആണോ എന്ന് ചോദിക്കും. അവളതിന് നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, നിന്റെ വീട്ടിൽ വന്ന് ഷൂട്ട് ചെയ്തിരിക്കുന്നവനാണ് ഞാൻ. പിന്നെ നിന്റെ കയ്യിലൊരു ഫോണും അതിന്റെ കൂടെ തന്നെ ഒരു പെൻഡ്രൈവും ഇല്ലേ, അതിന് 2-നും വേണ്ടി ആളുകൾ നിന്റെ അടുത്തേക്ക് വന്നോണ്ടിരിക്കുകയാണ്. അവർ വന്നാൽ നിന്നെ കൊന്നുകളയും. പോലീസിന് ഒരിക്കലും നിന്നെ രക്ഷപ്പെടുത്താനായി പറ്റില്ല. അതുകൊണ്ട് നീ തന്നെ അവിടുന്ന് രക്ഷപ്പെടുന്നതായിരിക്കും നല്ലേ. പെട്ടെന്നൊരാൾ വിളിച്ച് ഇതുപോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ അവൾക്ക് വിശ്വസിക്കാനായി പറ്റില്ലല്ലോ. അപ്പോഴാണ് ഹോസ്പിറ്റലിലെ മുഴുവൻ കറണ്ട് സപ്ലൈയും കട്ടാവുന്നത്. അതിന്റെ കൂടെ തന്നെ അവളെ കൊല്ലാനായി ഏതോ ഒരുത്തൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. അവൻ നേരെ അവളുടെ റൂമിലേക്ക് കയറി ചെല്ലുന്ന നേരം അവൾ തൊട്ടു മുന്നിൽ തന്നെയുണ്ട്. അപ്പോഴാണ് ഒരു ലേഡി അങ്ങോട്ട് കയറി വന്ന് എല്ലാവരും പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നു പറയാം. എന്നാൽ അപ്പോഴേക്ക് അവൻ കയ്യിലുണ്ടായിരുന്ന സിറിഞ്ച് വെച്ച് അവളെ കുത്തി കൊന്നുകളയും. അത് കണ്ട് ജെന്നി പേടിച്ച് തൊട്ടടുത്തുണ്ടായിരുന്ന മുറിയിലേക്ക് കയറുമ്പോൾ തന്നെ അവൻ ആ ഡോറ് വന്ന് പിടിച്ചു വെക്കും.
എന്നാൽ പെട്ടെന്നാണ് ഹീറോ ഓടിച്ചാടി വന്ന് അവനെ ചവിട്ടി താഴെയിടുക. ഹീറോയുടെ മുന്നിൽ അവൻ ഒരിക്കലും പിടിച്ചു നിൽക്കാനായി പറ്റില്ല. ഇതുവരെ ഹീറോ ഷൂട്ട് ചെയ്യുന്നത് മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോഴാണ് ആക്ഷനും കൂടെ കാണുന്നത്. ആക്ഷനൊക്കെ വിജൃംഭിച്ച ആക്ഷനാ. അതിന്റെ മുന്നിൽ അവൻ അടികൊണ്ട് വീഴാനേ പറ്റൂ. അടിയുടെ ഇടയിൽ ബെഡിലേക്ക് ചാടി വീണ് അവന്റെ കഴുത്ത് ഞെരിച്ച് കൊന്നോണ്ടിരിക്കുകയാണ്. അവന്റെ വായിന്ന് ചോരയെല്ലാം വീണോണ്ടിരിക്കുക. അവസാനം ചവിട്ടി അവനെ താഴേക്കിടുമ്പോൾ എഴുന്നേറ്റ് അവൻ ഓടും. തൊട്ടു പിന്നാലെ ചെല്ലുമ്പോഴാണ് പോലീസുകാരൻ വന്ന് ഹീറോയുടെ തലയിലേക്ക് ഗണ്ണ് വെക്കുക. തിരികെ വന്ന് ഒരൊറ്റ അടിക്ക് ആ ഗണ്ണ് കയ്യിൽ പിടിച്ച് തൊട്ടു പിന്നാലെ ആ പ്രാന്തന്റെ പിന്നാലെ ഓടുകയാണ് ഹീറോ. പുറത്തെത്തുമ്പോൾ അവൻ നഴ്സിന്റെ യൂണിഫോം അഴിച്ചു വെച്ചാണ് ഓടിയിട്ടുള്ളത്. അതുകൊണ്ട് അവൻ എവിടെയാണെന്നറിയില്ല. അവൻ ആരാന്ന് പോലും അറിയില്ലല്ലോ. ഗോൺ തൊട്ടടുത്തുണ്ടായിരുന്ന കച്ചവടക്കാരനിൽ നിന്ന് ഒരു ചെറിയ ഗ്യാസിന്റെ സിലിണ്ടർ കട്ടെടുത്ത് അത് ലീക്ക് ചെയ്ത് ചെറിയൊരു ലൈറ്റർ കത്തിച്ചു വെച്ച് അടുത്തുണ്ടായിരുന്ന വേസ്റ്റ് ബിന്നിലേക്ക് ഇടും. പെട്ടെന്നാണത് പൊട്ടിത്തെറിക്കുക. ജനങ്ങൾ എല്ലാവരും താഴ്ന്നു നിൽക്കുന്ന നേരം അതിന്റെ ഇടയിൽ ഒരുത്തം മാത്രം ഓടുന്ന കാണാം. അവനാണ് അന്ത പുള്ളി. ഹീറോ തൊട്ടു പിന്നാലെ വെച്ച് പിടിക്കും. അവൻ ഏതോ ഒരു മെട്രോയിലേക്കാണ് പോവുക. എന്നാൽ അവിടെ വെച്ച് അവനെ കാണുന്നില്ല. ഈ സമയം ജെന്നി അവളുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണും അതിന്റെ കൂടെയുള്ള പെൺഡ്രൈവും കൂടെ ആ പോലീസുകാരൻ ചീഫിന്റെ കയ്യിൽ കൊണ്ട് ചെന്ന് കൊടുക്കും. അവള് പറയും, ഇതെല്ലാമാണ് അവർ തിരയുന്നത്. ഇതിനെക്കുറിച്ച് എനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു, ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. എന്നാൽ ഹീറോ ഓടിച്ചു വിട്ട ഒരുത്തനില്ലായിരുന്നോ, അവൻ തിരികെ മറ്റൊരു വേഷത്തിൽ ഇങ്ങോട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. എന്നാൽ ജെന്നിയെ പോലീസുകാരെല്ലാവരും മറ്റേതൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായി ലിഫ്റ്റിൽ കയറുകയാണ്. വേഗത്തിൽ ഓടി താടി ഇറങ്ങി അവൻ ആ ലിഫ്റ്റ് തുറക്കാനായി കാത്തിരിക്കുകയാണ്. പക്ഷെ തുറന്നു വന്നാലും അവൻ ഷൂട്ട് ചെയ്യില്ല. അവൻ എന്തോ ഒരു പ്രശ്നം വന്ന പോലെ തോന്നും. ജെന്നിയാണേല് പോലീസുകാരുടെ കൂടെ അവിടുന്ന് പോവുകയും ചെയ്തു. എന്നാൽ ഇരുട്ടത്തിന്ന് അപ്പോഴാണ് ഹീറോ പുറത്തേക്ക് വന്ന് അവനെ ഷൂട്ട് ചെയ്ത് കൊന്നുകളയാ. ഹീറോ അവന്റെ ഡ്രസ്സ് മാത്രം നോക്കിയല്ലായിരുന്നു അവനെ കണ്ടുപിടിച്ചിരുന്നത്. അവന്റെ കഴുത്തിലൊരു മാലയുണ്ടായിരുന്നു. അത് ചൈനക്കാർ മാത്രം ധരിക്കുന്ന ഭാഗ്യം കൊണ്ടുവരുന്നൊരു മാലയാണ്. അതുകൊണ്ടാണ് അവനെ കണ്ടുപിടിക്കാനായി എളുപ്പത്തിൽ പറ്റിയത്. ഹീറോ അപ്പം തന്നെ ജെന്നിയുടെ ബോസിന്റെ അസിസ്റ്റന്റിനെ കോൾ ചെയ്ത് പറയും, ഇനി ഒരിക്കലും ജെന്നിയുടെ പിന്നാലെ നടക്കേണ്ട ആവശ്യമില്ല. ഡാറ്റ എന്തായാലും പോലീസുകാരുടെ കയ്യിലെത്തി. ഇനി ബാക്കിയുള്ള കാര്യം അവർ നോക്കിക്കോളും. എന്നാൽ അവിടെ തന്നെ ഹീറോയുടെ കൂടെ ജോലി ചെയ്യുന്ന 3 പേരില്ലായിരുന്നോ, അവരുണ്ട്. അതിലൊരുത്തം പറയും, ഗോൺ നീ എന്തിനാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനെ തന്നെ മുന്നിലേക്ക് പോയാൽ നമ്മൾ തമ്മിലൊന്ന് ഏറ്റുമുട്ടേണ്ടി വരും. കംബോഡിയയിൽ വെച്ച് നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്ത കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, അന്ന് ഞാനല്ല നിന്നെ രക്ഷിച്ചതെന്ന്. അതിനവൻ പറയും, അതിനിപ്പോൾ എന്താ, ജീവിതമാകുമ്പോൾ കുറച്ച് ത്രില്ലൊക്കെ വേണ്ടേ. പെട്ടെന്നാണ് ആ കമ്പനിയുടെ ബോസ് വന്ന് ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങി, നീ എന്താടോ കാണിക്കുന്നത്, ആ ഫയലും ഡോക്യുമെന്റ്സും എല്ലാം എൻ്റെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നു കളയൂടാന്ന് പറയാം. എന്നാൽ ആ ബോസിനും മേലെയാണല്ലോ ആശാന്റെ ടീം. ആ ഒരു കാര്യം അങ്ങനെ ചിന്തിച്ചില്ല. അവർ 3 പേരും കൂടെ ബോസിന്റെ കൊങ്ങൊക്കെ പിടിച്ച് ആ മൊബൈൽ ഫോൺ വാങ്ങി ഹീറോയോട് സംസാരിക്കേണ്ട കാര്യങ്ങളെല്ലാം സംസാരിച്ച് അതവൻ്റെ അണ്ണാക്കിൽ തിരികെ കൊടുക്കും. അങ്ങനെ അതിൻ്റെ എല്ലാം ദേഷ്യത്തിൽ ബോസ് വാഷ്റൂമിൽ വന്ന് നിൽക്കുമ്പോഴാണ് തൊട്ട് പിന്നിൽ ഒരു ലേഡി അവിടെ ജോലി ചെയ്യുന്ന കാണുക. അവരോട് ഇംഗ്ലീഷിൽ പറയും, ഏത് നാട്ടിലാ ആണുങ്ങളുടെ മൂത്രപ്പുര കഴുകാനായി പെണ്ണുങ്ങൾ വരുന്നത്, നീ എന്തിനാടി ഇവിടേക്ക് വന്നിരിക്കുന്നത്, നിനക്ക് ഞാൻ എന്തെങ്കിലും പണി ചെയ്തു തരണോ, അല്ല നീ എനിക്ക് എന്തെങ്കിലും ചെയ്തു തരുമോ. അതിന് അമ്മച്ചി യെസ് ഐ ക്യാൻ എന്ന് പറയും. അത് കേട്ടവൻ ഞെട്ടും. അമ്മച്ചിക്ക് ഇംഗ്ലീഷ് അറിയോ എന്നുള്ള കാര്യം അവൻ ആലോചിച്ചില്ല. ഞാനിവിടെ സംസാരിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടോ എന്ന് ചോദിക്കും. അതിനവർ പറയും, എനിക്ക് ഇംഗ്ലീഷിൽ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല, എൻ്റെ കൊച്ചുമോള് പഠിപ്പിച്ചു തന്നതാ. യെസ് ഐ ക്യാൻ ഡു ഇറ്റ്. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയൂ. ബോസ് വീണ്ടും ചോദിക്കും, ഞാനിവിടെ സംസാരിച്ച കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ, അതുമാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. എന്നാൽ അമ്മച്ചിക്കൊന്നും അറിയില്ലല്ലോ, ആകെ കുറച്ച് ഇംഗ്ലീഷ് മാത്രമേ അറിയൂ. ഈ സമയം പോലീസുകാരെല്ലാവരും കൂടെ ജെന്നിയെയും കൊണ്ട് ഒരു ഹാക്കറുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ അവളുടെ കയ്യിൽ ആ പെൺഡ്രൈവ് ഇല്ലേ, അതിന്റെ ഫയൽസ് ഓപ്പൺ ചെയ്യണേൽ അതിന്റെ പാസ്വേഡ് വേണമല്ലോ. അതിപ്പോൾ അവരുടെ കയ്യിലില്ലാത്തതുകൊണ്ട് തന്നെ ഹാക്ക് ചെയ്ത് കണ്ടുപിടിക്കാനാണ് ചെല്ലുന്നത്. എന്നാൽ അവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് ബോസിനും ഹീറോയുടെ ആശാന്റെ ടീമിനും അറിയാം. അതെങ്ങനെയാന്ന് വെച്ചാൽ അവരുടെ തന്നെ ഒരാൾ പോലീസുകാരുടെ ഇടയിലുണ്ട്. അങ്ങനെ അവർ നിൽക്കുന്ന ലൊക്കേഷൻ മനസ്സിലാക്കി അവരെല്ലാവരും കൂടെ പടയിട്ട് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. ഇവിടെ പോലീസുകാരും ജെന്നിയും കൂടെ ആ ഹാക്കറുടെ റൂമിലെത്തി. ഇനി എങ്ങനെയാലും അതിന്റെ പാസ്വേഡ് കണ്ടുപിടിച്ചാൽ മാത്രം മതി. എന്നാൽ ആദ്യം തന്നെ ജെന്നി ആ കമ്പനിയുടെ ആക്സസ് കോഡ് കൊടുക്കണം. അങ്ങനെ ആ കോഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഹാക്കർ തെരഞ്ഞ് ആ ഫയലും അതിന്റെ പാസ്വേഡും എല്ലാം കണ്ടുപിടിക്കും. ഹീറോയാണേല് പുറത്തങ്ങനെ കാത്തിരിക്കുകയാണ്. ഇങ്ങോട്ട് ആര് കയറി വന്നാലും ഒന്നിനെ പോലും വിടില്ല എന്ന മട്ടിലാണ് നിൽക്കുന്നത്. അപ്പോഴാണ് ആ പടകൾ എല്ലാവരും അങ്ങോട്ട് എത്തുന്നത്. ഹീറോ അപ്പം തന്നെ ജെന്നിയെ കോൾ ചെയ്ത് പറയും, നിങ്ങളെ പിടിക്കാനായി ഒരു പടം അങ്ങോട്ട് വരുന്നുണ്ട്, പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുന്നതായിരിക്കും നല്ലേ. എന്നാൽ അതിന്റെ ഇടയിൽ പോലീസ് ചീഫ് ഫോൺ വാങ്ങിയിട്ട് നീ ആരാടാന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, നിങ്ങൾ നിൽക്കുന്ന ലൊക്കേഷൻ ആ ഫയല് തെരഞ്ഞു വരുന്നവന്മാർക്ക് എല്ലാവർക്കും അറിയാം. അത് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ കൂടെ തന്നെയുള്ള ഒരുത്തനാണ്. ഞാൻ ഇപ്പോൾ ഒരാളുടെ ഫോണിലേക്ക് കോൾ ചെയ്യും. അത് ആരുടെ പോക്കറ്റിൽ നിന്നാണോ റിങ് ചെയ്യുന്നത് അവനാണ് നിങ്ങളെ ഒറ്റിയവൻ. തൊട്ടു പിന്നാലെ ഹീറോ കോൾ ചെയ്യും. അത് റിങ് ചെയ്യുന്നത് ആ പോലീസ് ചീഫിന്റെ കൂടെ വന്ന അസിസ്റ്റന്റിന്റെ പോക്കറ്റിൽ നിന്നാണ്. അപ്പോഴേക്ക് ഹാക്കർ ആ ഡാറ്റകളെല്ലാം എടുത്തു കഴിഞ്ഞു. അങ്ങനെ ആ ഡാറ്റയും വാങ്ങിക്കൊണ്ട് പെട്ടെന്നാണ് ചീഫിനിട്ട് പൊട്ടിക്കുക. നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുക, ഞാൻ പെട്ടെന്ന് തന്നെ പോയി വരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേര് പുറത്തേക്ക് ഇറങ്ങും. അപ്പോഴാണ് ഒരു പട ടീം, അതായത് ആ ബോസിന്റെ ടീം അങ്ങോട്ട് കയറി വരുന്നത്. ഡാറ്റയും കൊണ്ടുപോകുന്ന പോലീസുകാരൻ നേരെ ആ ബോസിന്റെ അസിസ്റ്റന്റിനെ കാണാനാണ് ചെല്ലുന്നത്. എന്നാൽ ആ ഡാറ്റ കൊടുക്കുന്ന നേരം അങ്ങേര് പറയും, എനിക്ക് ഈ കാശൊന്നും പോരാ, നിങ്ങൾ പറഞ്ഞതിലും കൂടുതൽ എനിക്ക് വേണം. അങ്ങേര് പറയും, നീ ചെയ്ത ജോലിക്ക് ഇത് തന്നെ അധികമാണ്. എന്നാൽ അങ്ങേര് സമ്മതിക്കില്ല. പിന്നെ നമ്മൾ കാണുന്നത് അസിസ്റ്റന്റ് അങ്ങേരെ കുത്തിക്കൊന്ന് ആ ഡാറ്റ അങ്ങേരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിരിക്കുന്നതാണ്. ഇതുപോലെയുള്ള പരിപാടിക്ക്
പണിക്ക് പോയാൽ ഇതൊക്കെ ആയിരിക്കും അവസ്ഥ. അതുകൊണ്ടല്ലേ ഞാൻ ഇതുപോലെയുള്ള പണിക്കൊന്നും പോകാത്തെ. എന്തായാലും ഡാറ്റ കയ്യിൽ കിട്ടിയപ്പോൾ മേലേക്ക് ജെന്നിയെ പിടിക്കാൻ പോയ പടയില്ലായിരുന്നോ, അവരോട് തിരികെ താഴേക്ക് തന്നെ വരാനായി പറയും. എന്നാൽ അവിടെ ശരിക്കും മറ്റൊരാളുണ്ടായിരുന്നു, അതായത് ഹീറോ. പെട്ടെന്നാണ് ഗണ്ണും കൊണ്ട് കയറി ചെന്ന് എല്ലാത്തിനെയും ഷൂട്ട് ചെയ്യുക. ഷൂട്ട് കഴിഞ്ഞാൽ പിന്നെ കുത്തിക്കൊലയാണ്. കത്തിയെടുത്ത് തുടയിൽ കുത്തും. തുടയിലെ കുത്തു കഴിഞ്ഞാൽ കാലിന്റെ തൊട്ട് പിന്നിൽ നോക്കി വെട്ടും. അങ്ങനെയെല്ലാം കൂടിയാകുമ്പോൾ അടിയും ഇടിയൊക്കെ കൊണ്ട് അവർ വീണോളൂ. അങ്ങനെയെല്ലാം കഴിയാറാകുമ്പോഴാണ് ദൂരേന്ന് ഷോട്ടുകൾ വരുന്നത്. അത് കാണുമ്പോൾ തന്നെ ഹീറോയും ജെന്നിയും രണ്ട് ഭാഗത്ത് ഒളിച്ചു നിൽക്കും. തൊട്ടടുത്തേ നിന്നുള്ള ബിൽഡിങ്ങിൽ നിന്നാണ് ഷോട്ട് വരുന്നത്. അതുകൊണ്ട് പെട്ടെന്നൊന്നും പുറത്തിറങ്ങാനായി പറ്റില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഹീറോയുടെ ആശാന്റെ ടീമിലെ മറ്റൊരുത്തനും കൂടെ അങ്ങോട്ട് കയറി വരുന്നത്. കയറി വരുമ്പോൾ തന്നെ ഹീറോയാണ് വിളിക്കുക. അവനാണേലും മുന്നിൽ കാണുന്നവരെല്ലാവരെയും ഷൂട്ട് ചെയ്യാണ്. പെട്ടെന്നാണ് ഹീറോ പുറത്തേക്ക് ഇറങ്ങി വന്ന് അവന്റെ വെസ്റ്റിന് നോക്കി ഷൂട്ട് ചെയ്യുക. അവൻ തെറിച്ച് താഴെ വീഴുന്നേരം ഓടിച്ചെന്ന് അവന്റെ തലക്കിട്ട് മുട്ടുകാലോണ്ട് ഒരൊറ്റ അടിയാ. അതിൽ തന്നെ അവന്റെ ബോധം പോയി. അങ്ങനെ അവന്റെ ഗണ്ണെടുത്ത് എഴുന്നേറ്റ് നിൽക്കുമ്പോഴാണ് ബിൽഡിങ്ങിന്റെ അപ്പുറം ഭാഗത്ത് നിന്ന് ഷോട്ട് വരുന്നത്. ആശാന്റെ ടീമിൽ അടുത്തവൻ അടുത്ത ബിൽഡിങ്ങിൽ നിൽക്കുന്നുണ്ട്. സത്യം പറഞ്ഞാല് ആ റൂമിൽ നിന്ന് ഇപ്പോൾ പുറത്തിറങ്ങാനായി പറ്റാത്തൊരവസ്ഥയാ. ഗോൺ ജെന്നിയുടെ ഫോണിലേക്ക് കോൾ ചെയ്ത് പറയും, ഞാൻ താഴേക്ക് ആദ്യം ഇറങ്ങിയാൽ ഒരു കറുത്ത കാറിൽ നിന്നെ കാത്തിരിക്കും. നീ പെട്ടെന്ന് തന്നെ താഴേക്ക് വന്നേ പറ്റൂ. അതിന് അവള് പറയും, എന്നെ കൊണ്ട് അതിന് പറ്റുമെന്ന് തോന്നുന്നില്ല. ഹീറോ പറയും, നിന്റെ കുഞ്ഞിനെ ആരാണ് കൊന്നതെന്ന് നിനക്കറിയണ്ടേ? അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണേല് നീ പെട്ടെന്ന് തന്നെ താഴേക്ക് വന്നേ പറ്റൂ. അത് കേൾക്കുന്ന നേരം അവൾക്ക് എങ്ങനെയാലും വന്നേ പറ്റൂ. കാരണം കുഞ്ഞിനെ ആരാ കൊന്നതെന്ന് അവൾക്ക് എന്തായാലും കണ്ടുപിടിച്ചേ പറ്റൂ. പെട്ടെന്നാണ് ഗോൺ കയ്യിൽ ഗണ്ണെടുത്ത് ദൂരേന്ന് ഷൂട്ട് ചെയ്യുന്നവനെ തിരിച്ച് ഷൂട്ട് ചെയ്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു, താഴേക്ക് ഇറങ്ങി ഓടുന്നു. എന്നാൽ അവരും വിടില്ലല്ലോ. തൊട്ട് പിന്നാലെ തന്നെ ഹീറോയെ വെച്ച് പിടിക്കുകയാണ്. മേലെ നിൽക്കുന്ന രണ്ടുപേരും ഗണ്ണുമായിട്ട് ഇപ്പൊ ഹീറോയുടെ തൊട്ട് പിന്നാലെയാണ്. അങ്ങനെ വരാന്തയിൽ വെച്ച് അവർ ഹീറോയെ പൂട്ടി. ഹീറോയാണെങ്കിൽ തൊട്ടടുത്തുണ്ടായിരുന്ന മുറിയിൽ കയറി ഒരു ഗ്രനേഡ് വെച്ച് അവിടെ ഒരു ഒറ്റ പൊട്ടി തെറിപ്പിക്കല. എന്നിട്ട് തൊട്ട് പിന്നിൽ കൂടെ രക്ഷപ്പെടാനായി ഓടിച്ചെന്ന് ചാടുന്നേരം കൂട്ടുകാരൻ ഓടി വന്ന് പിടിക്കും. എന്താ നിന്റെ ഉദ്ദേശം ചോദിക്കുമ്പോൾ ഹീറോ പറയും, എനിക്കെല്ലാം മതിയായി. എന്നിട്ട് അവന്റെ കൈയും ഒടിച്ചു മാറ്റി താഴേക്ക് ഒരൊറ്റ വീഴ്ചയാ. ബാക്കിയുള്ളവർ തൊട്ടു പിന്നാലെ വന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഹീറോയെ കിട്ടില്ല. ഈ നേരത്താണേല് ജെന്നി മെല്ലെ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഹീറോയെ കണ്ടുപിടിക്കാനായി പോവാണ്. എന്നാൽ പെട്ടെന്നാണ് ഹീറോയുടെ കൂട്ടുകാരൻ തന്നെ വന്ന് അവളെ പിടിക്കുന്നത്. നമ്മുടെ ആൾ ഓടി കാറെടുത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവളെ പിടിച്ചു എന്നുള്ള കാര്യം മനസ്സിലാവുന്നത് തന്നെ. അപ്പോഴാണ് തൊട്ടു മുന്നിൽ നിന്ന് മറ്റവൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ തന്നെ കാറിൽ നിന്ന് പുറത്തേക്ക് ചാടി ഇറങ്ങും. അവനാണ് തുരുതുരാന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ഹീറോ ടയറിന്റെ തൊട്ട് പിന്നെ വന്ന് ഒളിച്ചു നിൽക്കുകയാണ്. എന്നാൽ അവൻ ഷൂട്ട് ചെയ്തുകൊണ്ട് അടുത്തേക്ക് വന്ന് നോക്കുമ്പോഴാണ് ഹീറോ അവിടെ കാണുന്നില്ല. ആളപ്പോഴേക്ക് എസ്കേപ്പായി. അങ്ങനെ ഏതോ ഒരു ഗുദാമിൽ വന്ന് ഇറങ്ങുമ്പോഴാണ് കൂട്ടുകാരൻ വിളിക്കുന്നത്, നിന്റെ കൂടെയുള്ള പെണ്ണില്ലേ, അവളിപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. നിനക്ക് അവളെ വേണേൽ പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്തേക്ക് വന്നേ പറ്റൂ. ഇവളൊറ്റ ഒരുത്തി കാരണമാണ് നമ്മുടെ ഡീലിങ്സ് എല്ലാം ഇല്ലാതായേ. നീ എന്തായാലും ഇവളുടെ ഓഫീസിലേക്ക് തന്നെ വാ, നമുക്ക് അവിടെ വെച്ച് കണ്ടുമുട്ടാം. അവിടെ വെച്ച് ഗോൺ നേരെ ചെല്ലുന്നത് ഗോൺ വന്നപ്പോൾ തന്നെ എടുത്തിരുന്ന മുറിയില്ലായിരുന്നോ, അങ്ങോട്ടാണ്. ആ ഒരു ലൊക്കേഷൻ പോലീസുകാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പൊട്ടിത്തെറിപ്പിക്കും, ബ്ലാസ്റ്റ് ചെയ്യിക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് വരുന്ന പോലീസുകാർക്ക് അവിടെ ഉണ്ടാകുന്ന ഡാറ്റയെല്ലാം വെച്ചോണ്ട് അവള് നിൽക്കുന്ന ഓഫീസിലേക്ക് വരാനായി പറ്റും. ഈ സമയം തന്റെ ബോസിന്റെ ഓഫീസിലെത്തുന്ന ജെന്നി ബോസിനോട് ചോദിക്കും, നീ എന്റെ മകളോട് എന്തിനാണ് അങ്ങനെ കാണിച്ചേ? അതിന് ബോസ് പറയും, ഞാനല്ലല്ലോ കാണിച്ചേ, നീയും നിന്റെ കെട്ടിയവനും കൂടെയല്ലേ. അവൻ എന്നെയും പറ്റിച്ചോണ്ട് ഒരു വലിയ ഡീൽ നടത്താനായി പോയപ്പോ അവന്റെ മകളെ കൂടെ കൂട്ടി, അതായത് നിന്റെ മകളെ കൂടെ കൂട്ടി. എന്തിന്? അവന് പേടിയായിരുന്നു. എന്നിട്ട് അവന്റെ മകളെയും കൊണ്ട് അവന് പോകാനായി പറ്റിയേ. പക്ഷെ നീയും നിന്റെ കെട്ടിയവനും ഡിവോഴ്സ് അല്ലായിരുന്നേല് നിന്റെ മകൾ നിന്റെ കൂടെ തന്നെ ഉണ്ടാവുമായിരുന്നു. പക്ഷെ നിനക്കെപ്പോഴും പണം തന്നെയാണല്ലോ വലുത്. നീ പണത്തിന്റെ പിന്നാലെ ഓടുകയല്ലായിരുന്നോ? അതോട് നിനക്ക് നിന്റെ മകളെ വേണ്ടി വന്നില്ല. അതുകൊണ്ട് നീ തന്നെയാണ് നിന്റെ മകളെ കൊന്നേ, അല്ലാതെ ഞാനൊന്നുമല്ല. ഈ സമയത്താണ് ഈ ലൊക്കേഷൻ മനസ്സിലായിക്കൊണ്ട് പോലീസുകാരെല്ലാവരും ഒരു ടീമായി അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേ കാശാന്റെ ടീം ആ പെൻഡ്രൈവിലെ ഡാറ്റ മുഴുവനും സേഫ് ആക്കി അതിലെ കാശ് മുഴുവനും എടുത്തോണ്ടിരിക്കുകയാണ്. എന്നാൽ പുറത്ത് പോലീസുകാർ അപ്പോഴാണ് ജാമർ വെക്കുക. അതുകൊണ്ട് തന്നെ ആർക്കും ഇനി കോൾ ചെയ്യാനും പറ്റില്ല, ഇന്റർനെറ്റും കിട്ടില്ല. ആകെ പെട്ട അവസ്ഥയാണ്. ജെന്നിയാണെങ്കിൽ എങ്ങനെയും രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. അവൾക്കറിയാം ബോസിന്റെ മുറിയിൽ എന്തോ ഒരു രഹസ്യ മുറിയുണ്ട്. അത് മനസ്സിലാകുന്ന അവള് അതിന്റെ സ്വിച്ച് കണ്ടുപിടിച്ച് അത് ഓപ്പൺ ചെയ്യും. അകത്തേ കയറി ചെല്ലുമ്പോഴാണ് നമ്മൾ നേരത്തെ വാഷ്റൂമിൽ വെച്ച് കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയുന്ന ഒരു അമ്മച്ചിയെ കണ്ടില്ലായിരുന്നോ? ആ അമ്മച്ചിയെ അവിടെ കൊന്നിട്ടിരിക്കുന്ന കാണാം. മരിച്ചിട്ടുണ്ടോ, ഇനിയിപ്പോ ബോധം പോയതാണോ, അതൊന്നും അറിയില്ല. ജെന്നി എന്തായാലും അമ്മച്ചിയുടെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് കോൾ ചെയ്യാനായി നോക്കുന്നേരാണ് മനസ്സിലാകുക റേഞ്ച് കിട്ടില്ല എന്നുള്ളത്. അവളും ആകെ പെട്ടിരിക്കുന്ന ഒരവസ്ഥയില്ല. വന്നിരിക്കുന്ന പോലീസുകാർ ജാമർ വെച്ചോണ്ട് തന്നെ ഇപ്പൊ അകത്തുള്ള ഒരൊറ്റ കമ്പ്യൂട്ടർ പോലും വർക്കാവുന്നില്ല. അതോടുകൂടെ ക്യാഷ് എടുക്കാനുള്ള പരിപാടിയെല്ലാം പൊളിഞ്ഞു. അന്നേരം ആശാന്റെ ടീമിലെ ഹീറോയുടെ കൂട്ടുകാരൻ ബാക്കിയുള്ള രണ്ടുപേരെയും വിളിച്ചു പറയും, ആ തന്തയില്ലാത്തവൻ നമ്മളുടെ കുഴിയും തോണ്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നുണ്ട്. നീ മേലേക്ക് വാ, നമുക്ക് 3 പേർക്കും ഇവിടെ വെച്ചവനെ തീർക്കാം. ജെന്നിയാണേല് ഈ നേരത്തെ എങ്ങനെയും രക്ഷപ്പെടാനായി അവിടെ വെച്ച് ഓരോ റൂമിൽ കൂടെ കയറി എങ്ങനെ പോവാണ്. ഇവിടെ ആശാന്റെ 3 പേരും ഒരുമിച്ചെത്തിയിരിക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ലിഫ്റ്റിന്റെ തൊട്ടു മേലെ തന്നെ ഹീറോയുണ്ട്. അവർ പിന്നെ ഒന്നും നോക്കില്ല, മേലേക്ക് നോക്കി ടപ്പേന്ന് ഷൂട്ട് ചെയ്യും. അങ്ങനെ അവിടെ വന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നേരം അവിടെ ഹീറോയെ കാണുന്നില്ല. എന്നാൽ തൊട്ടടുത്ത റൂമിൽ ആരോ നിൽക്കുന്ന പോലെ ഒരു ശബ്ദം. ചെന്ന് നോക്കുമ്പോഴാണ് അവിടെ ജെന്നിയാണ് നിൽക്കുന്നത്. അവൾ ഒളിച്ചങ്ങനെ നിൽക്കുക. എന്നാൽ ഹീറോ ഉണ്ടായിരുന്ന മറ്റൊരു മുറിയിലാണ്. അങ്ങോട്ടാണ് ഒരുത്തൻ കയറി ചെല്ലുകയും ചെയ്തു.
ഹീറോയാണേല് അവിടെ ഇവിടെ ഒളിച്ചു നിന്ന് ഓരോ ശബ്ദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതിന്റെ ഇടയിൽ കൂടെ അവനൊരു പാട്ടും വെച്ച് കൊടുക്കുന്നുണ്ട്. അവനാണ് പേടിച്ച് അവിടെയെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അവന്റെ മുന്നിലെ ഗണ്ണില്ലാതെ വരുന്നത്. അവനോട് പറയും, ഞാനും നീയൊക്കെ എത്ര കാലം ഒരുമിച്ച് നടന്നു, നമ്മൾ തമ്മിൽ ഗണ്ണിന്റെ ആവശ്യമുണ്ടോ? ഗണ്ണില്ലാതെ പോരെ. ആ ഒരു ഓഫർ അവന് വലിയ ഇഷ്ടമായി. അവൻ ഓടി വന്ന് ഹീറോ ഇടിച്ചിട്ട് താഴേക്ക് വീഴും. എന്നാൽ ഹീറോ അവന്റെ തലയിൽ കയറിയാൽ പിന്നെ അങ്ങനെ താഴേക്ക് ഇറങ്ങില്ല. എന്തൊക്കെ പണി നോക്കി അവൻ ഹീറോയെ അടിച്ചിടാനായി ശ്രമിച്ചാലും ഹീറോ അവന്റെ തലയിലോ അവന്റെ ബോഡിയിലോ എവിടെയെങ്കിലൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ടാകും. അതുകൊണ്ട് അവനൊന്നും ചെയ്യാനായി പറ്റുന്നില്ല. എന്നാൽ അപ്പോഴാണ് ആ കണ്ണടക്കാരൻ ലിഫ്റ്റിൽ നിന്ന് കയറി വന്ന് ഇവിടെ ശബ്ദം കേട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഷൂട്ട് ചെയ്യാനായി നോക്കുന്നത്. ഹീറോ പെട്ടെന്ന് മുന്നിലേക്ക് അവനെ വെച്ചെടുക്കും. ഷൂട്ട് ചെയ്യുന്നവനാണേൽ ആരാ എന്താ അറിയാതെ ഷൂട്ട് ചെയ്യുന്നോണ്ട് തന്നെ കൂടെയുള്ളവനെ തന്നെയാണ് കൊല്ലുന്നത്. അവര് തമ്മിൽ കൂടെ ജോലി ചെയ്യുന്ന ബന്ധം മാത്രമല്ലായിരുന്നു, അവര് ചേട്ടനും അനിയനുമാണ്. അതുകൊണ്ട് തന്നെ ചേട്ടൻ അനിയനെ കൊന്നതിൽ സഹിക്കാനേ പറ്റില്ല. ഈ സമയം ജെന്നി ഓരോ റൂമിൽ കയറി അവളുടെ ഓഫീസിന്റെ ഭാഗത്താണ് ചെന്നെത്തുക. എന്നാൽ അപ്പോഴാണ് അവിടുത്തെ പ്രിന്ററിൽ എന്തോ ഒരു കാര്യം പ്രിന്റായി വരുന്നത്. അവൾ ചെന്ന് നോക്കുമ്പോഴാണ് കാണുക, കമ്പനിയുടെ ആ ഡാറ്റ ഇല്ലേ, അതെവിടെയോ വെച്ച് ആരോ ആക്സസ് ചെയ്യുന്നുണ്ട്. അതാരാന്ന് വെച്ചാൽ അവളുടെ ബോസ് തന്നെയാണ്. അങ്ങേരെ അസിസ്റ്റന്റിനെയും കൂട്ടി ആ ഡാറ്റയെല്ലാം സേഫാക്കി അതിലെ പൈസ എല്ലാം എടുത്തോണ്ടിരിക്കുക. അത് മനസ്സിലാകുന്ന അവൾ പെട്ടെന്ന് തന്നെ അവളുടെ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് കമ്പനിയുടെ ബാക്കപ്പ് ഫയൽസിൽ കയറി അതെല്ലാം സ്റ്റോപ്പ് ചെയ്യും. ഇനിയിപ്പോൾ ആ ഡാറ്റയിലെ ക്യാഷ് എടുക്കാനായി പറ്റില്ല. ചുരുക്കി പറഞ്ഞ ബോസ് തേഞ്ഞു. അതിന്റെ ദേഷ്യത്തിൽ അങ്ങേര് ഇതാരാണ്, എന്ത് ചേമ്പാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരം അസിസ്റ്റന്റ് പറയും, എന്റെ കാശ് 2 മില്യൺ അത് കിട്ടില്ലേ? ബോസ് പറയും, കൊടുങ്കാറ്റിൽ എന്റെ 100 മില്യൺ പോയി. അപ്പോഴാ നിന്റെ 2 മില്യൺ. കാശെല്ലാം പിന്നെ ഉണ്ടാക്കാം, പക്ഷെ ഇവിടുന്ന് എങ്ങനെയാലും രക്ഷപ്പെട്ടേ പറ്റൂ. ബോസ് അങ്ങനെ അവസാനം കയ്യിലുണ്ടായിരുന്ന പൈസ എല്ലാം കൂടെ ബാഗിലേക്ക് നിറച്ചോണ്ടിരിക്കുന്ന നേരം കൂടെയുള്ളവൻ വന്ന് ചോദിക്കും, എന്നെ കൊല്ലല്ലേ എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെയായിരിക്കും പറയാന്ന്. അത് കേൾക്കുന്ന ബോസിന് മനസ്സിലായി അവൻ എന്നെ കൊല്ലാനായി പോവാണെന്ന്. പിന്നെ നമ്മൾ കാണുന്നു അത് തന്നെയാണ്, ബോസിനെ കൊന്ന് അവൻ ആ കാശും എടുത്തോണ്ട് പോവാണ്. മേലെയാണേല് ആ ചേട്ടനില്ലേ ഹീറോയെ തെരഞ്ഞു നടക്കുക. അവൻ അപ്പം തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന റൂമിലേക്ക് ഷൂട്ട് ചെയ്യും. എന്നാൽ കയറി ചെല്ലുന്ന നേരം അവിടെ ആരുമില്ല. പക്ഷെ താഴെ ഒരു വള്ളി വലിച്ചു കെട്ടിയിട്ടുണ്ട്. ഇത് ഹീറോയുടെ ട്രാപ്പാന്ന് മനസ്സിലാക്കുന്നവൻ തൊട്ടു മുന്നിലേക്ക് നോക്കുമ്പോൾ ഹീറോ അവിടെ ഇരിക്കുന്നുണ്ട്. നിന്റെ ഈ പണിയൊക്കെ പണ്ടേ എനിക്ക് അറിയില്ലെന്ന് പറയും. എന്നാൽ മറ്റൊരു ട്രാപ്പ് കൂടെ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഓവനിൽ അവൻ 2 ഗ്യാസിന്റെ ചെറിയ സിലിണ്ടേഴ്സ് വെച്ചിരുന്നു. പിന്നെ ഒരു വൻ പൊട്ടിത്തെറി, അതിന്റെ ബ്ലാസ്റ്റില് ചില്ലും കഷ്ണങ്ങളും എല്ലാം കൂടെ തെറിച്ച് അവന്റെ ബോഡിയിലാണ് ചെന്ന് കയറുക. അതുകൊണ്ട് ഹീറോ ഇപ്പൊ സേഫാ. ഹീറോ എന്തിനിങ്ങനെ ചെയ്യുന്നു എന്ന് വെച്ചാല് ഹീറോയുടെ സ്വന്തം കൈക്കൊണ്ട് അവരെ കൊല്ലുന്നത് ആൾക്ക് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. ഇവിടെ ഇപ്പോഴൊരു പൊട്ടിത്തെറി നടന്നുകൊണ്ട് തന്നെ ഫയർ അലാറം ഓണായി അവിടെയെല്ലാം വെള്ളം ചീറ്റി തെറിച്ചോണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഗണ്ണു എടുത്തോണ്ട് ഹീറോ പുറത്തേക്ക് ഇറങ്ങും. ജെന്നിയാണേല് അവിടുന്ന് രക്ഷപ്പെടാനായി എല്ലാ വഴികളും നോക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴെവിടെയും തുറന്നു കിടക്കുന്ന ഒരു വാതിൽ പോലുമില്ല. അവളുടെ ആക്സസ് കാർഡ് വെച്ച് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയാൽ അതിനും പറ്റില്ല. ഹീറോ അടുത്ത മുറിയിലേക്ക് കയറുമ്പോഴാണ് ഹീറോയുടെ ഉറ്റ കൂട്ടുകാരനില്ലേ അവൻ ഗണ്ണ് ഞെക്കി അങ്ങ് പിടിക്കുന്നത്. അതിന്റെ ഇടയിൽ ഹീറോ ഒളിച്ചു നിൽക്കും. എന്നാലും അവൻ അവിടെ ഇവിടെയൊക്കെ മാറി ഇന്ന് ഷൂട്ടിംഗ് ആണ്. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ അവനെ തിരിച്ച് ഷൂട്ട് ചെയ്തില്ല, ഒന്നും ചെയ്യാനായി പറ്റില്ല. അതുകൊണ്ട് ഹീറോ തിരികെയും ഷൂട്ട് ചെയ്യും. എന്നാൽ 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊള്ളില്ല. അവസാനം ഹീറോക്ക് മാത്രമാണൊന്ന് കൊള്ളുക. താഴെ വീണു. പക്ഷെ അവൻ ചുറ്റിലും നടന്ന് ഹീറോയെ നോക്കിയാൽ അവിടെ എവിടെയും കാണില്ല. പെട്ടെന്നാണ് ചാടി വന്ന് അവന്റെ ഗണ്ണ് മാറ്റി പിടിക്കുക. അവൻ മേലേക്ക് പടപടാന്ന് ഷൂട്ട് ചെയ്യും. ആ ഷോട്ടാണേല് മേലെ കുറെ ടിവികൾ വെച്ചിരുന്നൊരു സർക്കിളിനാണ് കൊള്ളുക. അതാണേൽ ആകെ കൂടെ ലൂസായി. അങ്ങനെ 2 പേരും ഇപ്പൊ അടിയാണ്. ഇത്രയും പേരെ ഡീൽ ചെയ്ത് വന്നോണ്ട് തന്നെ ഹീറോക്ക് അവന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനേ പറ്റില്ല. നല്ലപോലെ ക്ഷീണുണ്ട്. അവനാണേല് ഹീറോയുടെ ബോഡിയിൽ ബുള്ളറ്റ് കയറിയ ഭാഗത്ത് മാത്രം നോക്കിയാണ് ഇടിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേദന ഡബിളാണ്. അങ്ങനെ നമ്മുടെ ആളെ താഴെ തള്ളിയിട്ട് ഇടിച്ചോണ്ടിരിക്കുമ്പോഴാണ് മേലെ TV വെച്ചിരുന്ന സർക്കിൾ ഇല്ലായിരുന്നോ, അത് അടർന്ന് താഴേക്ക് വീഴുന്നത്. അവന്റെ മേലേക്കാണ് വീഴുക. ബോഡിക്കിട്ട് നല്ലൊരു ഇടി കിട്ടിയതുകൊണ്ട് തന്നെ പിന്നെ ഒന്നും ചെയ്യാനായി പറ്റില്ല. അങ്ങനെ ഹീറോ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി വന്ന് ജെന്നിയെ കണ്ടുപിടിക്കാനായി പോവാണ്. പക്ഷെ അവൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയില്ല. ഈ നേരത്ത് ജെന്നി അങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ബോസിന്റെ അസിസ്റ്റന്റ് ഇല്ലായിരുന്നോ അങ്ങേര് വന്ന് അവളെ പിടിച്ചടിക്കുന്നത്. എടി കള്ള കൂഷ്മാട്ടി, നീ ഒറ്റ ഒരുത്തി കാരണമാണ് എന്റെ 2 മില്യൺ ഇല്ലാതായേ. എനിക്ക് ആ 2 മില്യണോ കിട്ടിയില്ല, നിന്നെയാലും കിട്ടിയാൽ മതിയെന്നും പറഞ്ഞ് അവളെ പിടിച്ച് താഴെയിട്ട് അവൾ ഉപദ്രവിക്കാനായി നോക്കാണ്. മേലെ CCTV കൂടെ നോക്കുന്ന ഹീറോയാണേല് അതെല്ലാം കാണുന്നുണ്ട്. പക്ഷെ അവൾ ഏത് മുറിയിലാണ് നിൽക്കുന്നതെന്ന് അറിയില്ല. അങ്ങോട്ട് ഓടിപ്പോണ്ടേ. ജെന്നിക്കാണേൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കൂടെയാണ്. അങ്ങനെ അവൻ അവളുടെ ദേഹത്ത് കയറിയിരിക്കുന്ന നേരം അവൾ കൈകൊണ്ട് അവിടെ ഇവിടെയെല്ലാം തിരയും. അപ്പോഴാണ് കൈ ഒരു കത്തി കിട്ടുന്നത്. അതെടുത്ത് അവന്റെ കഴുത്തി ഒരു ഒറ്റ കുത്ത. അവൻ അപ്പം തന്നെ തീർന്നു. സമാധാനമല്ലോ എന്ന് ഹീറോ വിചാരിച്ചിരിക്കുമ്പോഴാണ് വാക്കി ടോക്കിയിലേക്ക് ഉറ്റ കൂട്ടുകാരൻ വിളിക്കുന്നത്. ഹലോ, ഞാനിപ്പോഴും തീർന്നിട്ടില്ല, നമുക്ക് അവസാനമായി ഒന്നുകൂടെ നോക്കിയാലോ എന്ന് ചോദിക്കുക. സത്യം പറഞ്ഞാല് ഹീറോ അവനെ വെറുതെ വിടുന്നാണ്. എത്രയൊക്കെ വെറുതെ വിട്ടാലും അവൻ പിന്നെയും ഹീറോയുടെ തൊട്ടു പിന്നാലെ വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ആൾ അവനെ വലിയ കാര്യമാക്കില്ല എന്ന് മനസ്സിലാക്കുന്ന നേരം അവൻ പറയും, അങ്ങനെയാണ് പിന്നെ ഞാൻ പോയി അവളെ തീർത്തേച്ചും വരാമെന്ന്. അത് കേൾക്കുമ്പോൾ ഹീറോ ഒന്നുകൂടെ പേടിക്കും. കാരണം അവള് നിൽക്കുന്ന മുറി അറിയില്ല, അങ്ങോട്ട് എങ്ങനെ പോകണമെന്നും അറിയില്ല, പോകാനായുള്ള ആരോഗ്യമില്ല. ഹീറോ അവള് നിൽക്കുന്ന മുറിയിൽ മരിച്ചു കിടക്കുന്ന ഒരുത്തന്റെ വാക്കി ടോക്കിയിലേക്ക് കണക്ട് ചെയ്ത് അവളോട് സംസാരിക്കും. ജെന്നി, നിന്നെ കൊല്ലാനായി ഒരുത്തൻ അങ്ങോട്ട് വരുന്നുണ്ട്.
നിനക്ക് ജീവൻ വേണേല് അവിടെയുള്ള ഗണ്ണെടുത്ത് അവനെ ഷൂട്ട് ചെയ്തേ പറ്റൂ. എന്നാൽ അവൾ പറയും എനിക്കതൊരിക്കലും ചെയ്യാനായി പറ്റില്ല, എന്നെക്കൊണ്ട് പറ്റാത്ത കാര്യം അത്. അതിന് ഹീറോ പറയും നിനക്ക് ചെയ്യാൻ പറ്റും, നിനക്ക് ചെയ്യാൻ പറ്റിയില്ല പിന്നെ എങ്ങനെയാ? നിന്റെ മകളെ കൊന്നയാൾ ആരാന്ന് എനിക്ക് അറിയാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതങ്ങോട്ട് കയറി വരുന്നവനാണ്, അവനെ ഷൂട്ട് ചെയ്ത് കൊന്നു കളഞ്ഞേക്ക്. ഇത് കേട്ടാല് അവൾക്ക് എന്തായാലും ജീവിക്കാനായി തോന്നുമെന്ന് ഹീറോക്കറിയാം. അതുകൊണ്ട് അവൾ ഗണ്ണെടുത്ത് റെഡിയായി നിൽക്കുകയാണ്. എന്നാൽ അവൻ വരുന്ന ലിഫ്റ്റിൽ കൂടെയാ. ഈ ഒരു കാര്യം അവൾ അറിഞ്ഞില്ല. അവൾ അങ്ങനെ തിരിഞ്ഞു നിൽക്കുക. എന്നാൽ ലിഫ്റ്റ് തുറന്ന് പുറത്ത് വരുന്ന ഹീറോയാണ്. കൈകൊണ്ട് അവളെ ഷൂട്ട് ചെയ്യുന്ന പോലെ ഉറക്കെ ശബ്ദം ഉണ്ടാക്കും. പെട്ടെന്ന് പേടിച്ച് തിരിഞ്ഞു നോക്കുന്ന അവൾക്ക് ആരാന്ന് മനസ്സിലാവില്ല. അവൾ അപ്പം തന്നെ ഷൂട്ട് ചെയ്തു. 3 വമ്പൻ ഷോട്ടാണ് കൊള്ളുന്നത്. അതിൽ തന്നെ തെറിച്ച് ഹീറോ വീഴും. ഇനി ഒന്നും ചെയ്യാനായി പറ്റില്ല, ഇനി മരിച്ചേ പറ്റുമെന്ന അവസ്ഥയില്ല. അപ്പോഴാണ് കൂട്ടുകാരൻ കയറി വരുന്നത്. അവളുടെ കയ്യിൽ നിന്ന് ഗണ്ണ് തട്ടി മാറ്റി നേരെ ഹീറോയുടെ അടുത്തേക്കാണ് ചെല്ലുക. എത്രയൊക്കെ ശത്രുക്കളാണെന്ന് പറഞ്ഞാലും ഒരു കാലത്ത് കൂട്ടുകാരായിരുന്നില്ലേ? അതിന്റെ ദേഷ്യത്തില് അവൻ അവന്റെ ഗണ്ണ് തന്നെ എടുത്ത് അവളെ ഷൂട്ട് ചെയ്യാനായി നിൽക്കുന്നേരം ഹീറോ അവന്റെ കോട്ടിൽ പിടിക്കും. അവൻ ഹീറോയോട് ചോദിക്കും നീ ഓക്കെ ആണോന്ന്. അതിന് നമ്മുടെ ആള് പറയും അതെ ഞാൻ ഓക്കെയാണ്. പക്ഷെ കണ്ടാൽ മനസ്സിലാകും ഒരിക്കലും ഓക്കെയല്ല. ജെന്നിയാണേൽ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് തന്നെ ഇതുവരെ സഹായിച്ചവനെയാണ് അവളിപ്പോൾ ഷൂട്ട് ചെയ്ത് കൊന്നിരിക്കുന്നതെന്ന്. അതിന്റെ ടെൻഷനില് അതിന്റെ വിഷമത്തില് അവൾ ആ വാക്കി ടോക്കി എടുത്ത് വീണ്ടും ചോദിക്കും നീ ഓക്കെയാണോ, നീ ഓക്കെയാണോ? പക്ഷെ കൂട്ടുകാരൻ ലിഫ്റ്റ് ക്ലോസ് ചെയ്ത് ഗോണിനെയും കൊണ്ടങ്ങനെ താഴേക്ക് പോവുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് ഹീറോയുടെ ചെറുപ്പത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. പണ്ട് ഹീറോയുടെ അമ്മ ഹീറോയെ എപ്പോഴും ഒഴിവാക്കാനായി ശ്രമിക്കായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അതുപോലെ സംഭവിച്ച ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. ഗോണിനെയും കൊണ്ട് ഒരു പബ്ലിക് കുളിമുറിയിലേക്കാണ് അമ്മ വന്നിരിക്കുന്നത്. കുളിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ ആരോ ഒരു തുണി ചോദിക്കും. അത് കേൾക്കുമ്പോൾ തന്നെ അമ്മ അതെന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഓടിച്ചെല്ലും. എന്നാൽ ഈ സമയം ഗോൺ അങ്ങനെ കരയാ. ഗോണിനറിയാം അമ്മ തന്നെ ഉപേക്ഷിക്കാനായി പോവാണെന്ന്. ചെറുപ്രായത്തിൽ ഒരു കുഞ്ഞിന് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് അതനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാക്കാനായി പറ്റൂ. നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നോ ഗോൺ ഏതോ ഒരു പൊട്ടിപ്പൊളിഞ്ഞ കുളിമുറിയിലേക്ക് വന്ന് പഴയ കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്നത്. അത് ഈ കുളിമുറിയിൽ വെച്ചാണ്. അവന്റെ പഴയ ഓർമ്മകളെല്ലാം എപ്പോഴും അവനെ വേട്ടയാടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന ഗോണ് നേരത്തെയുള്ള ഗോണാണ്, അല്ലാതെ ഗോണ് മരിക്കുന്നത് നമ്മൾ അവസാനം കണ്ടിരുന്നല്ലോ. എന്തായാലും വേട്ടയാടുന്ന പഴയ ഓർമ്മകളെല്ലാം ചിന്തിച്ച് കരഞ്ഞോണ്ടിരിക്കുന്ന ഗോണിനെ കാണിച്ചുകൊണ്ട് നോ ടിയേഴ്സ് ഫോർ ദ ഡെഡ് എന്ന സിനിമ അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. ഈ സിനിമയിലെ ആക്ഷൻസ് എല്ലാം നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമായ ഈ സിനിമയുടെ ക്ലൈമാക്സ് ആണ്. ഇതിങ്ങനെ അവസാനിക്കുമെന്ന് ഒരിക്കലും ചിന്തിച്ചില്ല. ഹീറോ എങ്ങനെയും മരിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷെ അത് ഇങ്ങനെ ആയിരിക്കുമെന്ന് ഒരിക്കലും ചിന്തിച്ചത് പോലുമില്ല. എന്തായാലും ഇന്നത്തെ സിനിമയും ഗോണിനെയും ഇഷ്ടപ്പെട്ടവര് വീഡിയോ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യാത്തവര് മറക്കാതെ കമന്റ് കൂടെ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. എന്നാൽ പിന്നെ ഇതുപോലെ നല്ലൊരു സിനിമയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഫിലിം ക്രോണിക്കിൾ.